+2 വരെയൊക്കെ വേദപാഠം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയിട്ടൊക്കെ ഉള്ള ആളാണ്. അതിനുശേഷം പിന്നെ പതുക്കെ ആരും ചോദിക്കാതായി അല്ലേ? അല്ല എനിക്കായിട്ട് തോന്നി അങ്ങനെ പോകുന്നത് കുറച്ചൊന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ തീരെ പോയില്ല എന്നൊന്നുമല്ല, എപ്പോഴെങ്കിലും. ഉണ്ടായിരുന്നു, കൊലകളും കയ്യേറ്റങ്ങളും ഉണ്ടായിരുന്നു, സ്ത്രീകളുടെ നേരെയുള്ള അക്രമങ്ങൾ ഉണ്ടായിരുന്നു, തട്ടിക്കൊണ്ടുപോകലുണ്ടായിരുന്നു, ഒരു ചിട്ടയില്ലായ്മ ഉണ്ടായിരുന്നു ഏത് സമൂഹത്തിലും. യേശുക്രിസ്തു ജീവിച്ച കാലത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ പ്രദേശം എന്ന് പറയുന്നത് റോമ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ നമ്മളെ കോളനി ആക്കിയ പോലെ റോമാക്കാർ അവരുടെ കോളനി ആക്കി വെച്ചിരുന്ന അവരുടെ ഗവർണർമാർ വന്ന് ഭരിച്ചുകൊണ്ടിരുന്നൊരു കാലമാണ്. ഇത് മതി, എനിക്ക് 2 വാചകം മതി. നിന്റെ വാൾ എപ്പോഴാത് അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി മഹാപുരോഹിതൻ്റെ പരിചാരകൻ കൈ നീട്ടുമ്പോൾ ശിഷ്യൻ ക്ഷോഭിച്ചിട്ട് വാളെടുത്തിട്ട് വെട്ടുമ്പോൾ ഇവൻ്റെ കാതുവിടെ അറ്റുപോകുന്നുണ്ട്. ക്രിസ്തുവിനെ രക്ഷിക്കാൻ വേണ്ടി ശിഷ്യൻ വാളെടുത്ത് അപ്പോഴാണ് പറയുന്നത്, നിന്റെ വാൾ നീ ഉറയിലിടുക, വാളെടുത്തവൻ വാളാൽ നശിക്കും. തരത്തിലുള്ള പറഞ്ഞ പോലെ രക്ഷകൻ എന്ന തരത്തിൽ അവതരിപ്പിക്കപ്പെട്ടവർ വന്നിട്ടുണ്ട്. 3000-ലധികം ചെറുപ്പക്കാരെയാണ് അക്കാലത്ത് യഥാർത്ഥത്തിൽ കുരിശിൽ തറച്ച് കൊന്നത്. അതിലൊരാൾ മാത്രമായിരുന്നു യേശുക്രിസ്തു എന്ന് പറയുന്നത്. ഒരാളെ യഥാർത്ഥത്തിൽ റോമാ സാമ്രാജ്യം തന്നെ. അതിലെൻ്റെ ഇന്നർ ക്രൈസിസുകളും റൂട്ടിൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഞാൻ ജീസസ് ക്രൈസ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ 400-ലും 500-ലും ജനിച്ച അരിസ്റ്റോട്ടിൽ ഉണ്ട്, പ്ലേറ്റോ ഉണ്ട്, പിന്നെന്താ സോക്രട്ടീസ് ഉണ്ട്, BC 500 ജനിച്ച ബുദ്ധനുണ്ട്, BC 450-ലോ 500-ലോ ജനിച്ച മഹാവീരനുണ്ട്. ഇതിനൊക്കെ ശേഷമുള്ള യേശു ഇല്ലെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമുള്ളത്? അലക്സാണ്ടർ പോലും ശേഷമാണ് യേശു. അലക്സാണ്ടർ ദ ഗ്രേറ്റ്. എനിക്ക് പലതിലും വിശ്വാസമുണ്ട്. എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. എന്തിനാ വിശ്വസിക്കാതിരിക്കുന്നത്? അദ്ദേഹത്തിന് എന്നാ നല്ല വിശ്വാസമാണ്. പിന്നെ ഞാനതിന് അദ്ദേഹത്തെ വിശ്വസിക്കണം. ഗുരു ശിഷ്യനെ നമസ്കരിക്കും പോലെ ശിഷ്യൻ ഗുരുവിനെ നമസ്കരിക്കും എന്നാണല്ലോ ക്രിസ്തു അന്ന് ഈസ്റ്ററിന് കാണിച്ചത്. ഞാൻ നിങ്ങളുടെ കാല് കഴുകാമെന്ന് കണ്ടോ? അതിന് ക്രിസ്തു ശിഷ്യന്മാരുടെ കാല് കഴുകുമ്പോൾ ആ ഈക്വാലിറ്റിയാണ്. അവിടെ അങ്ങനെ കാല് കഴുകാൻ പാടില്ല, ഈക്വലാണ് എന്നും പറയാം. നമ്മളൊക്കെ തുല്യരാണ്, അവിടെ ആരും കാല് കഴുകേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പറയുന്നതല്ല കാര്യം, അതിൻ്റെ കാമ്പ് എന്താണ്, ഉത്സാരം എന്താണ്, അതിലൂടെ പുറത്തേക്ക് വരുന്ന ആശയം എന്താണെന്നുള്ളതാണ് കാര്യം. ഈ കഥ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുക, ജീസസ് ക്രൈസ്റ്റിൻ്റെ സ്റ്റോറി അതിന് ഇത്ര ആഴത്തിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അധികം കാണില്ലായിരിക്കും. പക്ഷെ പല ആർഗ്യുമെൻസും ഉണ്ട് ഇങ്ങനത്തെ. ഈ സ്റ്റോറി പല രൂപത്തിൽ പല ഭാവത്തിൽ മുമ്പ് വന്നിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. ആ സ്റ്റോറി അന്ന് അവിടെ പ്ലാൻ ചെയ്യേണ്ട ആവശ്യം റോമൻ എംപയറിനുണ്ടായിരുന്നു എന്നൊക്കെയുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ട് ഇതിൽ. അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ഈ ചരിത്രം നോക്കിയിട്ടല്ല. ബൈബിളിൽ ഞാൻ കണ്ട ഒരു കഥാപാത്രമുണ്ട്. ഞാൻ ആ കഥാപാത്രം നോക്കിയാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ബുദ്ധൻ എങ്ങനെയായിരുന്നു ആർക്കറിയാം? അതായത് ഇപ്പൊ ധർമ്മപദം എന്നുള്ള പുസ്തകത്തിൽ ഒരു ബുദ്ധനുണ്ട്, പിന്നെ അനേകായിരം ബുദ്ധചരിതങ്ങളിൽ ബുദ്ധനുണ്ട്. ആ ബുദ്ധന്മാരുണ്ട് അല്ല, അവർ പറയുന്നതാണ്. ഗൗതമ ബുദ്ധനാണല്ലോ നമ്മൾ പറയുന്നത്. പല ബുദ്ധന്മാരുണ്ടെന്ന് അവർ പറയുന്ന ഒരു കഥയായിരിക്കും, എനിക്കറിയില്ല. അതൊന്നും എൻ്റെ വിഷയമല്ല. ഇപ്പൊ ഞാൻ ചോദിക്കണത്, ഇപ്പം ബഷീറിന്റെ കുഞ്ഞുപാത്തുമേ ഞാൻ ഉദ്ധരിച്ച് വർത്താനം പറയും. കുഞ്ഞുപാത്തുമ ജീവിച്ചിരുന്നല്ലോ എനിക്കറിയേണ്ട ആവശ്യമില്ലുണ്ടോ? ഇല്ല. ക്രിസ്തു എൻ്റെ കഥാപാത്രമാണ്. അത് ഹിസ്റ്റോറിക്കൽ ക്യാരക്ടറാണോ എന്ന് ഞാൻ ഐ എം നോട്ട് വറീഡ്, ഐ എം നോട്ട് കൺസേൺഡ്. അതിപ്പോ ഉദാഹരണം പറയാം, നിന്റെ വാൾ നീ ഉറയിലിടുക, വാളെടുത്തവൻ വാളാൽ നശിക്കും. ഇത് മതി, എനിക്ക് 2 വാചകം മതി. നിന്റെ വാൾ എപ്പോഴാത് അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി മഹാപുരോഹിതൻ്റെ പരിചാരകൻ കൈ നീട്ടുമ്പോൾ ശിഷ്യൻ ക്ഷോഭിച്ചിട്ട് വാളെടുത്തിട്ട് വെട്ടുമ്പോൾ ഇവൻ്റെ കാതുവിടെ അറ്റുപോകുന്നുണ്ട്. ക്രിസ്തുവിനെ രക്ഷിക്കാൻ വേണ്ടി ശിഷ്യൻ വാളെടുത്ത് അപ്പോഴാണ് പറയുന്നത്, നിന്റെ വാൾ നീ ഉറയിലിടുക, വാളെടുത്തവൻ വാളാൽ നശിക്കും. ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ വ്യാഖ്യാനം അത്. വാളെടുത്തവനൊക്കെ വാളുകൊണ്ട് നശിക്കും, ഒരു അംശം വേണ്ട. എനിക്ക് ഒറ്റ വാചകം മതി. അപ്പം ഇത് ബൈബിളിലുണ്ടോ? ഇത് മത്തായിലുണ്ട്, ലൂക്കയിലുണ്ട്, എല്ലായിടത്തും ഉണ്ടാവും. എനിക്ക് മത്തായിയുടെ സുവിശേഷം മതി. അത് മത്തായി ആരാണ്? ഇത് എഴുതിയ സത്യമാണ്. ഇയാൾ ഏത് കൊല്ലം ജനിച്ചത്? അയാൾ ദൈവമാണോ? അല്ല, ഇതൊന്നും എൻ്റെ വിഷയമല്ല. നീ അല്ല, എനിക്കത് കൺസേൺ ഇല്ല. ദൈവമാണ് അല്ല, ആ വാക്യമുണ്ടല്ലോ. ഇപ്പൊ വേറെ ഒരു വാക്യം, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഇതൊക്കെ എനിക്ക് ആവശ്യമുണ്ടെന്നേ. ക്രിസ്തു പറഞ്ഞ ഏതും എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ.
അപ്പോൾ സർ എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാനൊരു മതങ്ങളെ ഞാൻ പറയുന്നത് ചർച്ചാനിറ്റിയെ പറ്റിയല്ല, എനിക്ക് മനസ്സിലായി, ക്രിസ്ത്യാനിറ്റിയെ പറ്റിയാണ്. ഞാൻ ആ ക്രിസ്തുവിൻ്റെ പേരിൽ ഉണ്ടായി വന്ന ചർച്ചിനെ പറ്റിയോ സഭകളെ പറ്റിയോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ ക്രിസ്തു എന്നുള്ള ക്യാരക്ടറിനെ പറ്റിയാണ് പറയുന്നത്. ജീവിച്ച സാഹചര്യത്തിൽ നമ്മളുടെ അന്നത്തെ പരിമിതമായ അറിവും വെച്ച് അന്നത്തെ സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ അന്ന് ഈ സമൂഹങ്ങളിലെല്ലാം ഒത്തിരി അനാചാരങ്ങളുണ്ടായിരുന്നു, ഒത്തിരി ദുഷ്പ്രവണതകളുണ്ടായിരുന്നു, തോന്നിയാസങ്ങളുണ്ടായിരുന്നു, കൊലകളും കയ്യേറ്റങ്ങളും ഉണ്ടായിരുന്നു, സ്ത്രീകളുടെ നേരെയുള്ള അക്രമങ്ങളുണ്ടായിരുന്നു, തട്ടിക്കൊണ്ടുപോകലുണ്ടായിരുന്നു, ഒരു ചിട്ടയില്ലായ്മ ഉണ്ടായിരുന്നു ഏത് സമൂഹത്തിലും. യേശുക്രിസ്തു ജീവിച്ച കാലത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ പ്രദേശം എന്ന് പറയുന്നത് റോമ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാർ നമ്മളെ കോളനി ആക്കിയ പോലെ റോമാക്കാർ അവരുടെ കോളനി ആക്കി വെച്ചിരുന്ന അവരുടെ ഗവർണർമാർ വന്ന് ഭരിച്ചുകൊണ്ടിരുന്നൊരു കാലമാണ്. ആ കാലഘട്ടത്തിൽ ജൂതന്മാർക്ക് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു യേശുക്രിസ്തു. മിശിഹാമാരെന്ന് പറയുന്നത് അക്കാലത്ത് റോമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഈ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ വന്നയാൾ ഞാനാണെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന് മുമ്പേ നിരവധി ആളുകൾ വന്നിട്ടുണ്ട്. വന്നവരെയൊക്കെ എന്ത് ചെയ്തു? സ്വാതന്ത്ര്യ സമര ഭഗത് സിംഗിനെ ഇവിടെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തോ അതേപോലെ അവിടെ ചെയ്തിരുന്ന രീതിയാണ് ഈ കുരിശെ തറച്ച് കൊല്ലുക എന്നുള്ളത്. അതിലെ ഒരാളാണ് യേശുക്രിസ്തു. മനസ്സിലായില്ലേ? പക്ഷെ യേശുക്രിസ്തു മറ്റു രീതിയിലാണ് പഠിപ്പിച്ചത്. ശിഷ്യന്മാരെ സൃഷ്ടിക്കുകയും ആ ശിഷ്യന്മാരും സെയിന്റ് പോൾ എന്ന് പറയുന്ന വളരെ ക്രാന്തദർശിയായ ഒരു ബിസിനസ്സുകാരനായ ഒരു പണ്ഡിതനായ അല്ലെങ്കിൽ ഒരു ബുദ്ധിമാനായ ഒരാൾ പിന്നീട് വന്നപ്പോഴാണ് ഈ സഭ ഇന്നത്തെ രീതിയിലേക്ക് കെട്ടിപ്പടുക്കുകയും പെർഫെക്റ്റ് സിസ്റ്റം ഉണ്ടാക്കുകയും ചെയ്തത്. അതല്ലായിരുന്നു ചിലപ്പോൾ പണ്ടേ വിസ്മൃതിയിലായി പോയാൽ യേശുക്രിസ്തുവിന്റെ ഈ ട്രെയിനിങ് ഒക്കെ. അത് മാത്രമല്ല, ഈ ക്രിസ്തു എന്ന് പറയുന്ന അവരുടെ ഒരു വിശ്വാസമാണ് ഇങ്ങനെ ഒരു ക്രിസ്തു വരും എന്നുള്ളത്. ക്രിസ്തു അല്ല, മിശിഹ വരും എന്നുള്ളതാണ്. അതായത് നമുക്കൊരു രക്ഷകൻ വരും എന്നുള്ളത് എല്ലാ അടിമത്തത്തിൽ കിടക്കുന്ന എല്ലാ മനുഷ്യരും പ്രതീക്ഷിക്കുന്നത് നമ്മളെ രക്ഷിക്കാൻ ഒരു മിശിഹ വരും എന്നാണ്. അപ്പൊ ഈ ചിലർ വന്നിട്ട് പറഞ്ഞാൽ ഞാനാണ് നിങ്ങൾ ഈ വിശ്വസിച്ചിരുന്ന മിശിഹ എന്ന് പറഞ്ഞു വരുന്നു. അവര് കുറച്ച് ആളെ കൂട്ടുന്നു, പ്രക്ഷോഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, റോമൻ പട്ടാളവരെ പിടിക്കുന്നു, കുരിശെ തറച്ച് കൊല്ലുന്നു, തീരുന്നു. പിന്നെ ആ 8, 10, 15, 20, 30, 50, 100 കൊല്ലം കഴിയുമ്പോൾ മറ്റൊരു ആള് മിശിഹായാണെന്ന് പറഞ്ഞു വരുന്നു. അവരെ കൊല്ലേണ്ടത് ഇവരുടെ ആവശ്യമാണ്. കാരണം ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. യേശുക്രിസ്തുവിനെ അത് തന്നെ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞത് ചരിത്രം നമ്മൾ ഈ ബൈബിള് മാത്രം കാണാതെ പഠിക്കുന്ന ഒരാൾക്ക് ഇത് കിട്ടണമെന്നില്ല. റോമൻ ചരിത്രവും ഒക്കെ ഇഷ്ടംപോലെ ചരിത്ര രേഖകളിൽ നമുക്ക് കിട്ടും. അത് എഴുതപ്പെട്ടിട്ടുണ്ട്, അതിന്റെ മ്യൂസിയങ്ങളുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട് ഇത് പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നത്? നമ്മൾ ഈ യാത്രകളിലൂടെ ഈ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുകയും അവിടുത്തെ മ്യൂസിയങ്ങളിലും അവിടുത്തെ ചരിത്രരേഖകളും പഴയ അവിടുത്തെ ലിപികളിൽ എഴുതപ്പെട്ട ലേഖനങ്ങളും ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു ആ കാലഘട്ടം എന്ന് മനസ്സിലാവും. ആ കാലഘട്ടത്തെ മനുഷ്യന്റെ ആവശ്യം എന്തായിരുന്നു, അതിന് വേണ്ട രീതിയിൽ ഈ നേതാവ് എന്താണ് പഠിപ്പിച്ചത്, ഇത്തരം കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്കിതിനെ സമചിത്തതയോടെ ഒന്ന് മാറി നിന്ന് അല്പം പക്വതയോടെ വൈകാരികമല്ലാതെ ആരെങ്കിലും നമ്മളെ മുട്ട നിർത്തി പഠിപ്പിച്ചതല്ലാത്ത ഒരു സ്വതന്ത്ര ബുദ്ധിയിൽ കാര്യങ്ങളെ കാണാൻ പഠിക്കുന്നത്. ബഹുഭൂരിപക്ഷം പേര് ആളുകൾ ചെയ്യുന്നത് എന്താണ്? ബഹുഭൂരിപക്ഷം പേര് ഇപ്പം ഞാനൊക്കെ രൂപപ്പെട്ടത് എൻ്റെ കുടുംബത്തിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ. വേദോട ക്ലാസ്സിൽ നിന്നല്ല, വേദോട ക്ലാസ്സിൽ നിന്നൊന്നുമല്ല. കൊല്ലരുതെന്ന് വേദോടം പഠിച്ചിട്ട് വേണോ എനിക്ക് അറിയാൻ? വ്യഭിചാരം ചെയ്യരുതെന്ന് എന്നെ മതം പഠിപ്പിച്ചിട്ട് വേണോ എനിക്ക് മനസ്സിലാക്കാൻ? വേണോ? മോഷ്ടിക്കരുത് എന്നുള്ളത് പഠിക്കാൻ ഒരു മതം വേണോ പറയാൻ ഞാൻ? ഇതൊക്കെ സാമാന്യബോധമുള്ള കുടുംബത്തിൽ മാതാപിതാക്കൾ മര്യാദയ്ക്ക് വളർത്തി അല്ലെങ്കിൽ ഒരു സമൂഹം എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും നമ്മൾ തന്നെ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ചിന്തിച്ചാൽ ഒരു ഉത്തരം കിട്ടിയില്ലേ? ഞാൻ ഏതാണ് ഇഷ്ടപ്പെടുന്നത്? മോഷ്ടിക്കുന്ന ഒരാളാണോ മോഷ്ടിക്കാത്ത ഒരാളാണോ? ഞാൻ ഇഷ്ടപ്പെടുന്നത് വ്യഭിചരിക്കുന്ന ഒരാളാണോ വ്യഭിചരിക്കാത്ത ഒരാളാണോ? ഞാൻ ഇഷ്ടപ്പെടുന്ന കൊലപാതകയാണോ കൊലപാതകം ചെയ്യാത്ത ഒരാളാണോ? ഇത് മാത്രം ചിന്തിച്ചാൽ എനിക്ക് ഉത്തരവില്ലേ ഞാൻ എങ്ങനെയാവണമെന്ന്? ഇല്ലേ? അതാണല്ലോ ഈ മൂല്യബോധം എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെയല്ലേ മതവും പഠിപ്പിക്കുന്നത്. ഈ മതം പഠിപ്പിച്ച് ഏതെങ്കിലും കാര്യം മനുഷ്യൻ അറിയാത്ത കാര്യമായിരുന്നോ? എനിക്ക് എന്റെ ചിന്ത അല്ല, എന്റെ ചോദ്യം ഇതാണ്. മതം പഠിപ്പിച്ച് ഏതെങ്കിലും കാര്യം മനുഷ്യരാശിക്ക് അറിയത്തില്ലാത്ത കാര്യമായിരുന്നോ? എല്ലാം എടുത്തു നോക്കിയോളൂ. അല്ലാന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ ഈ മതങ്ങൾ ഉണ്ടായി വരുന്നതാണല്ലോ. അപ്പം ആരെങ്കിലും ഒരാൾ നല്ല കാര്യം പറഞ്ഞു കേട്ട് അത് 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 കൊള്ളാമെന്ന് തോന്നുമ്പോ അതൊരു മതമായി. പറഞ്ഞത് അതിനു മുമ്പ് അതുണ്ടായിരുന്നു. തീർച്ചയായിട്ടും കൊലപാതകം തെറ്റാണെന്ന് ഇപ്പം ബൈബിളിൽ തന്നെ പറഞ്ഞാല് പുതിയ നിയമം വരുന്നതിന് മുമ്പ് പഴയ നിയമമുണ്ട്. ഈ പഴയ നിയമത്തിലും ഈ പറഞ്ഞ മോശയ്ക്ക് 10 കൽപ്പനകൾ കൊടുത്തല്ലോ. അതിനുശേഷം യേശുക്രിസ്തുവും അതേ 10 കൽപ്പനകളെ നവീകരിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞത് അതൊക്കെ ആ സമൂഹത്തില് അന്നത്തെ
മനുഷ്യര് ഡീസന്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടി കൊടുത്ത നിബന്ധനകളാണ്. അതെ, അതെ. അതിനർത്ഥം അന്ന് അതിന് വിരുദ്ധമായ അവിടെ ജീവിതം പലപ്പോഴും നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് അതിലെ സംഭവങ്ങളും കഥകളും എല്ലാം ആ പറഞ്ഞിരിക്കുന്ന മട്ടിൽ തന്നെ എല്ലാം നടന്നു എന്നൊന്നും കരുതുന്നില്ല. എങ്കിൽ പോലും ചരിത്രത്തിലെ കുറെ സംഭവങ്ങളൊക്കെ അതുമായിട്ട് ചേർന്ന് പോയിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് മഹാഭാരതത്തിലെ പല സംഭവങ്ങളും നടന്ന സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതിനകത്തെ കുറെ കഥാപാത്രങ്ങളും കുറെ ജീവിതങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. കുറെയൊക്കെ ഫിക്ഷനും ആയിരുന്നിരിക്കാം. എന്ന് പറഞ്ഞ പോലെയാണ് എല്ലാ ഗ്രന്ഥങ്ങളിലെയും ഈ പുരാതന കഥകളിലെയും ഗ്രന്ഥങ്ങളിലെയും ഐതിഹ്യങ്ങളിലെയും മത ഗ്രന്ഥങ്ങളിലെയും ഒക്കെ കാര്യങ്ങൾ സംഭവങ്ങൾ പറയുന്നത് എല്ലാം കൃത്യം അത് തന്നെ ആരും എഴുതി വെച്ചിട്ടില്ല. ഒന്ന് ബൈബിള് യേശുക്രിസ്തുവിന്റെ ജീവിതം തന്നെ ഇവർക്ക് ജീവിച്ചു നടക്കുന്ന കാലത്ത് ഇവരാരെങ്കിലും എഴുതി വെക്കുന്നുണ്ടോ? 500 കൊല്ലം കഴിഞ്ഞിട്ടാണ് കോഡിഫൈ ചെയ്യുന്നത്. അതാ പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ആ ദിവസം രാവിലെ നടന്നു പോകുമ്പോൾ നെൽക്കതിരൊരെണ്ണം അല്ല ഗോതമ്പ് ഒരെണ്ണം പറിച്ചെടുത്ത് കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് 300 കൊല്ലം കഴിഞ്ഞുള്ള ഒരാൾക്ക് എഴുതണമെങ്കിൽ കുറച്ച് ഭാവനയൊക്കെ അതിനകത്ത് കയറിയിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോ ഈ അയാൾ തന്നെ എഴുതി കൊടുത്താലും ചിലപ്പോൾ അക്ഷരം തെറ്റ് വരും. അല്ല അയാൾ ഇപ്പൊ ഞാൻ തന്നെ എന്റെ ഡയറി ഒരാഴ്ച കഴിഞ്ഞിട്ട് എഴുതിയാൽ പോലും അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കില്ല. ഒരു മാസം കഴിഞ്ഞാൽ ഞാൻ എന്റെ ഓരോ ദിവസത്തെ ഡയറി കുറിപ്പ് എഴുതുന്നെങ്കിൽ പോലും പറ്റില്ല. ഇപ്പൊ സഞ്ചാരി ഡയറി കുറിപ്പ് എന്ന പരിപാടി ഞാൻ ചെയ്യുന്നത് പോലും അന്ന് പോയ യാത്രയുടെ സ്ക്രിപ്റ്റും ഉൾപ്പെടെയുള്ള വീണ്ടും എടുത്ത് വായിച്ചിട്ട് ആ വിഷ്വൽസ് മുഴുവൻ കണ്ടിട്ട് ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനം മുഴുവൻ വായിച്ചു നോക്കിയിട്ട് ഒരു 5 മണിക്കൂർ ഹോംവർക്ക് ചെയ്തിട്ടാണ് ഞാൻ സഞ്ചാരി ഡയറി കുറിപ്പ് ഷൂട്ട് ചെയ്യാൻ പോയിരിക്കുന്നത്. അപ്പൊ എന്നേക്കാൾ വലിയ ആളുകളാണ് ബാക്കിയുള്ളവരെന്ന് ഞാൻ അംഗീകരിക്കുന്നു. എനിക്ക് അത്ര കഴിവുള്ള ആളല്ല. എങ്കിൽ പോലും ഞാൻ പറഞ്ഞത് നമ്മളൊരു സാധാരണ രീതി ചിന്തിക്കുമ്പോൾ പോലും ഇത് എഴുതി വെക്കുകയും എഴുതി വെച്ചതെല്ലാം അതുപടി അദ്ദേഹം ആരാണോ ആ നിർദ്ദേശങ്ങൾ കൊടുത്ത് അവർ പറഞ്ഞത് തന്നെ ആവണം എന്നൊന്നും നിർബന്ധമില്ല. അതിലൊക്കെ പല കാലഘട്ടങ്ങളിൽ ഡൈല്യൂഷൻ വന്നിട്ടുണ്ട്. എത്രയോ നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഈ സിസ്റ്റം ഇവോൾവ് ചെയ്തു വന്നത്. അതോ നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് 10-50 കൊല്ലമാണെന്ന് ഓർക്കണം. അപ്പൊ നമ്മുടെ ഒരു ബാല്യകാലത്തെ പല കാര്യങ്ങൾ പോലും നമുക്ക് ഓർമ്മയില്ലെങ്കിൽ 500 കൊല്ലം മുമ്പ് ഉള്ള ഒരു സാധനം എന്തായിരിക്കും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? 1000 കൊല്ലം മുമ്പത്തെ അപ്പൊ എത്ര വ്യത്യസ്തവും വിചിത്രവുമായിരിക്കും ജീവിതങ്ങളും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനെയൊക്കെ ഒരു കഥകളായി കാണുന്നതിൽ തെറ്റുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് എനിക്കങ്ങനെ കാണാൻ പറ്റും. എനിക്കങ്ങനെ കാണാൻ പറ്റും. കുറെ ചരിത്രമായിട്ടും കാണാൻ പറ്റും. ചരിത്രവും കഥകളും കൂടെ ചേർന്നതാണ് ഈ പറഞ്ഞതെല്ലാം. കുറച്ച് ചരിത്രം ഉണ്ടാവാം. കാരണം ഉദാഹരണം പറഞ്ഞാൽ ആ സാഹചര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ ബൈബിളിനെ ചേർത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ മതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ് പ്രതിരോധത്തിലാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അത്രയും പാണ്ഡിത്യം എനിക്കില്ലതാനും. ബൈബിളിനെ കുറിച്ചാണെങ്കിൽ എനിക്ക് അത്യാവശ്യം അറിയാം. കാരണം നമ്മൾ ജനിച്ചു വളർന്ന ഒരു സമുദായം അതാണ്. പള്ളിയിലും പള്ളിക്കൂടത്തിലും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള വിഷയം അതായത്. പിന്നെ മാത്രമല്ല ഈ തല്ലാൻ വരുന്നവർക്ക് സ്വന്തക്കാരാവുന്നതുകൊണ്ട് പിന്നെ അതിന്റെ സുഖം ഉണ്ടല്ലോ. അപ്പോ ഈ ബൈബിളിൽ പറയുന്ന പല കാര്യങ്ങളും ചരിത്രത്തിൽ ബന്ധമുണ്ട്. ഉദാഹരണത്തിന് യേശുവിനെ കുരിശിൽ തറച്ച് കൊല്ലുന്ന സമയത്തെ ഭരണാധികാരി, റോമൻ ഭരണാധികാരി ആരായിരുന്നുള്ള ചരിത്രമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് അവിടുത്തെ റോമൻ ഗവർണർ ആരായിരുന്നൊക്കെ പറയുന്നത് മാച്ചാവുന്നുണ്ട്. അത് ചരിത്രത്തിലും ഏതാണ്ട് പറയുന്ന അതേ ആളുകളാണ്. എന്നാൽ ഇതിനകത്ത് നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും മുഴുവൻ അത് തന്നെയാണോ പറഞ്ഞതെന്നുള്ളത് വേണമെങ്കിൽ ഒരാൾക്ക് അയ്യോ, ആര് പറഞ്ഞു യേശുക്രിസ്തു ചരിത്ര പുരുഷൻ ഇല്ലെന്ന് പറയാൻ? എന്ത് മാനദണ്ഡത്തിലാണ് പറയണേ? മാനദണ്ഡം പറയാം. നമ്മുടെ നാട്ടിലത്തെ ഹിസ്റ്ററി മാതിരിയല്ല. റോമൻ ഹിസ്റ്ററി 700 BC തൊട്ട് ഡോക്യുമെന്റഡ് ആണ്. അതിലൊന്നും യേശുക്രിസ്തു റോമൻ അല്ല യേശുക്രിസ്തു. റോമൻ ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് ജൂതനായ നസറാത്തുകാരനെ ഭരണം അവരുടെയാണെന്നല്ലേ ഉള്ളൂ. പക്ഷെ തങ്ങളോട് റിബൽ ചെയ്യുന്ന ജൂതന്മാരുടെ, യേശുക്രിസ്തു ജൂതനാണല്ലോ, ജൂതന്മാരുടെ നേതാവിനെ റോമക്കാരെന്തിനാ ഡോക്യുമെന്റ് ചെയ്ത് തീർന്നില്ല. ഇനി തീർന്നില്ല എന്ന് മാത്രമല്ല, ഇന്നത്തെ കാണുന്ന രീതിയിൽ ക്രിസ്ത്യാനിറ്റിക്ക് പ്രോമിനൻസ് വരുന്നത് AD 400 കോൺസ്റ്റന്റൈൻ്റെ മതപരിവർത്തനവും കോൺസ്റ്റന്റൈൻ കോഡിഫൈ ചെയ്തതിനു ശേഷമാണ്. കോൺസ്റ്റന്റൈൻ കോഡിഫൈ ചെയ്യുന്നത് എന്താണ്? ഓൾറെഡി ഉള്ള ചരിത്ര പശ്ചാത്തലവും മറ്റും കോഡിഫൈ ചെയ്തുകൊണ്ട് അദ്ദേഹം വരുന്നതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം പരിവർത്തനം ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ പേഗൻ അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള സംസ്കാരവും കാര്യങ്ങളുമാണ്. അതിനുശേഷം കുറെ കൂടെ ക്രോഡീകൃതമായ ആത്മീയമായ സ്പിരിച്വലായ ഒരു സാധനം വരുന്നു. ഇതുകൊണ്ടാണ് അല്ലാതെ രാഷ്ട്രീയ താല്പര്യങ്ങളില്ല. അല്ല, അതിനു മുമ്പ് 400 വർഷത്തോളം ഇതിൽ പോട്ടെ. നമ്മുടെ കേരളത്തിൽ ഇന്ന് കാണുന്ന പാപ്പസിയും കോൺസ്റ്റന്റൈനും ഉണ്ട്. അത് കേരളത്തിൽ ക്രിസ്ത്യാനികളില്ലേ? ക്രിസ്ത്യാനികളുണ്ട്. പിന്നെ കേരളത്തിൽ ക്രിസ്ത്യാനില്ല. അപ്പൊ ആരോ ഒരാൾ ഉണ്ടായിട്ടല്ലേ അദ്ദേഹത്തിന്റെ മെസ്സേജുമായിട്ട് വരുന്നത്.
ആരും ഒരാളുണ്ടായിരുന്നില്ലേ? ആ ആളെ നിങ്ങൾ യേശു എന്ന് വിളിച്ചോളൂ, ഗ്രീക്കിൽ ജീസസ് എന്ന് വിളിച്ചോളൂ, മലയാളത്തിൽ യേശു എന്ന് വിളിച്ചോളൂ, ഇനി ഈസ എന്ന് വിളിച്ചോളൂ, പേരെന്ത് വിളിച്ചാലും ഇങ്ങനെ ഒരു വ്യക്തിത്വപരമായ ഒരാളില്ല എന്ന് പറയുമ്പോൾ അതെന്തിനാ പ്രകോപനപരം? അല്ല, എന്താണ് അതൊന്ന് ബൗദ്ധികമായ തെറ്റാണ്, അതൊന്ന് ഇന്റലക്ച്വലി റോങ് ആണ്, രണ്ട് ഹിസ്റ്റോറിക്കലി ഞാൻ അതാ ചോദിച്ചത്. ഇപ്പൊ നമ്മുടെ വിശ്വാസപ്രകാരം AD 52 തോമാസ് ലീഹ വന്നു എന്നാണ്. അല്ല, ഇല്ല, അതിനെപ്പറ്റി ക്രിസ്ത്യൻ ചർച്ച ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അല്ല, ഒരു സെന്റ്, അവിടെയാണ് അടുത്ത ചോദ്യം. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് പറയുന്നത്. അതിന് എന്തിനാണ് പോപ്പിന്റെ അംഗീകാരം? ഈ യുക്തിവാദികൾ എന്നുകൊണ്ടാ പോപ്പിന്റെ വാക്കുകൾ ഫൈനൽ വാക്കായിട്ട് എടുത്തു തുടങ്ങുന്നത്? പല യുക്തിവാദികൾ ഇത് പറയുന്നുണ്ട്. അതായത് കണ്ടോ, വത്തിക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, വത്തിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്താ? അതായത് കത്തോലിക്കരല്ല, ഇവിടെ വന്ന ഓർത്തഡോക്സ് ചർച്ചിന്റെ പാരമ്പര്യമാണ് ഇവരെന്ന് പറയുന്നത്. AD 52 തോമാസ് ലീഹ വന്നു എന്ന് പറയുന്നു. ഇനിയും ഉണ്ടോ ഇല്ലയോ എന്നിരിക്കട്ടെ, എന്തായാലും AD 100 മുതൽ 150 മുതൽ ഇവിടെ ക്രിസ്ത്യാനികളുടെ ഡോക്യുമെന്റ് ഉണ്ടല്ലോ. AD 52 ഞാൻ വിശ്വസിക്കുന്ന AD 52 തോമസ് ലീഹ വന്നു എന്നും ലോകത്തിലെ ആദ്യ ഒരു ക്രോഡീകൃത സഭ എന്റെ നാട്ടിലാണെങ്കിൽ എനിക്ക് അഭിമാനമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ചേരമൻ പെരുമാൾ, നമ്മുടെ ചേര രാജാക്കന്മാരായിരുന്നല്ലോ ഇവിടെ, ചേരളമാണ് കേരളമാകുന്നത്. ഈ ചേര രാജാവ് മക്കത്ത് പോയി പ്രവാചകനെ കണ്ടു എന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം. നീ വിശ്വാസം മാറ്റിവെക്കാം. ഈ AD 100 മുതൽ ക്രിസ്ത്യാനികളുണ്ടല്ലോ. അപ്പൊ ഏതോ ഒരു ഫിഗർ ഉണ്ടായിട്ടല്ലേ ക്രിസ്ത്യാനികൾ ഉണ്ടാവുന്നത്, ഇല്ലെങ്കിൽ ഉണ്ടാവുമോ? അല്ല, പക്ഷേ ഇപ്പൊ രാഹുലിനോട് എനിക്ക് ഈ ചോദ്യം ചോദിക്കാം. രാഹുൽ ചിലപ്പോ ഒരു പക്ഷെ പെട്ടെന്ന് അപ്സെറ്റ് ആയില്ല എന്ന് വരും. എന്നോട് നാളെ അയ്യപ്പനെ കുറിച്ച് ചോദിച്ചു, ഇത് തന്നെ ഞാൻ പറയും. എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഈ ആണും കല്യാണം കഴിച്ചാൽ എങ്ങനെ കുട്ടി ഉണ്ടാവും? ഞാനപ്പോൾ അവരോട് വളരെ ക്ഷമയോടിരുന്ന് പറയും, ശിവനും വിഷ്ണുവും കല്യാണം കഴിച്ചതല്ല. ശൈവരുണ്ട്, വൈഷ്ണവരുണ്ട്. ശിവനെയും വിഷ്ണുവിനെയും ഫിലോസോഫിക്കലി ഒന്നിപ്പിച്ചതിന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് ശിവൻ ഒരു മോഹിനിയെ കണ്ടു. അതായത് സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ശൈവരും വൈഷ്ണവരും കൊണ്ട് ഒരുമിപ്പിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു തുടങ്ങി ശിവന്റെയും വിഷ്ണുവിൻ്റെയും മോനാണെന്ന്. അന്ന് ഏതോ കുട്ടി ചോദിച്ചു, അമ്മേ ഇവരെങ്ങനെ ഒന്നാവുമെന്ന്. അപ്പം പറഞ്ഞു, മോനെ ശിവനുണ്ട്, അപ്പുറത്ത് വിഷ്ണു നിൽക്കുന്നു. അവരുടെ അടുത്ത് ആലോചിച്ചു, വിഷ്ണു ഒരു സ്ത്രീയായിട്ട് വന്നു, മോഹിനിയായിട്ട് വന്നു, രണ്ടുപേരും കല്യാണം കഴിച്ചിട്ട് കുട്ടി ഉണ്ടായിരുന്നു. ഇത് അന്നത്തെ ബാലരാമാമർ ചിത്ര കഥയാണ്. യുക്തിവാദികൾ പലപ്പോഴും ചെയ്യുന്നത് ബാലരാമാമർ ചിത്രത വെച്ചാണ് തർക്കിക്കുന്നത്. ആ ബാലരാമാമർ ചിത്രത പിള്ളേരുടെ ലെവലിലാണ്, ഐഡിയാസിന്റെ ലെവലിൽ, ഫിലോസഫിയുടെ ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് ഫിലോസോഫിക്കലി ഡിബേറ്റ് ചെയ്യാം. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പൊതുവെ ചരിത്രകാരന്മാർ പറയുന്നത് BC 4 മുതൽ AD 28 വരെ ജീവിച്ചിരുന്നു എന്നാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അതാണ് ഹിസ്റ്റോറിയൻസ് കൂടുതൽ അഗ്രി ചെയ്യുന്നൊരു ഡേറ്റ്. ഡിസംബർ 25 എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഏതോ ഒരു ഡേറ്റ് പുള്ളി ജനിച്ചില്ലേ, പോപ്പ് അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഡിസംബർ 25 അല്ലായിരിക്കും, വേറെ കലണ്ടറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂലേ. പക്ഷേ ഇങ്ങനെ ഒരാളില്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ടാവൂ, ഇങ്ങനെ ഒരാളില്ലെങ്കിൽ ക്രിസ്തുമാർഗം ഉണ്ടാവൂ. ഇങ്ങനെ ഒരാൾ ഉണ്ടായിട്ടും അവരെ ജൂതന്മാർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ജൂതന്മാർ വിശ്വസിക്കുന്നത് ഇനിയും മെശിഹ വേറെ വരുമെന്ന്. ജൂതന്മാരുടെ ഇടയിൽ ഒരു വലിയ മെസ്സയ്യ അല്ലെങ്കിൽ ഒരു സേവിയർ, പ്രവാചകൻ വരുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് ആ പ്രവാചകൻ എന്ന്. ആ പ്രവാചകനെ പിന്തുടർന്ന ആൾക്കാർ ക്രിസ്ത്യാനികളായി. അത് സെയിൻറ്റ് പോൾ അടക്കമുള്ളവരുടെ എഫേർട്സ് കൊണ്ട് ഒരു ഓർഗനൈസ്ഡ് റിലീജിയനായി. AD 400 പ്രത്യേകിച്ച് യൂറോപ്പ് ക്രിസ്ത്യൻ വൽക്കരിക്കപ്പെട്ടതോടുകൂടി ലോകത്തെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് വളർന്നു. ഒരു മിഷണറി പ്രവർത്തനം സ്വീകരിച്ചു. ഇതിൻ്റെ ഒരു കേന്ദ്ര ബിന്ദുവില്ലേ? പ്രശ്നം അതല്ല. ഇതിപ്പം രാഹുലിന് സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ എയർ ചെയ്യുമ്പോൾ ഇതിന്റെ താഴെ കമന്റ് സെക്ഷനിൽ പോയി നോക്കണം. ഞാനിപ്പോ ഒരു രാഹുൽ ഒരു ചോദ്യത്തിൽ നിൽക്കാം. സെയിന്റ് പോൾ ഉണ്ടായിരുന്നോ? കാര്യം പല രാജ്യങ്ങളിലും യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പറയുന്നുള്ളൂ. സെയിന്റ് പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ സെയിന്റ് പോൾ ഉണ്ടെങ്കിൽ യേശു ക്രിസ്തു സംഭവിക്കുക എന്താ വടി? അങ്ങനെയല്ല കേട്ടോ, ഈ ആർഗ്യുമെന്റ് ഉള്ളതാണ്. ഒരുപാട് പേര് പറയുന്നുണ്ട് സെയിന്റ് പോൾ, എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പല ക്രിസ്ത്യൻ വിരോധികൾ പറഞ്ഞിട്ടുണ്ട് സെയിന്റ് പോൾ പല രാജ്യങ്ങളിൽ നിന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഒരു ക്രിസ്തു ആയത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ആണോ അല്ലയോ എന്ന് രണ്ടാമത്തെ കാര്യം. സെയിന്റ് പോൾ ഉണ്ടല്ലോ, പിന്നെ യേശു ക്രിസ്തു സംഭവിക്കുക എന്താ വടി? അല്ല, സമ്മതിക്കാൻ മടിയുടെ അല്ല പ്രശ്നം. നമ്മൾ നേരത്തെ തുടങ്ങിയത് അവിടുന്ന് ഈ വിശ്വാസിയുടെ പെട്ടെന്ന് വ്രണപ്പെടുന്ന വികാരമാണ്. അപ്പൊ വ്രണപ്പെടുവോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊരു എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്തു നോക്കാം. ഇപ്പൊ ഇതുവരെ ഞാൻ എന്തെങ്കിലും ഇതിനെതിരെ വ്രണപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞോ? ഇല്ല. പക്ഷെ എന്താ പറയുക, ഞാൻ പറയുന്നത് ഇതിന് ഇന്റലക്ച്വൽ കൗണ്ടർ, അതായത് ഈ മനഃപൂർവ്വം പ്രകോപിപ്പിക്കാൻ പോകുന്നതിൻ്റെ അടുത്ത് ഇപ്പൊ ഉദാഹരണം നമ്മുടെ പെരിയോർ രാമസ്വാമി നായ്ക്കർ, നമ്മുടെ തന്തൈ പെരിയോർ, പുള്ളി മറ്റേ ഭഗവത്ഗീത രാമായണം കത്തിക്കും എന്ന് പറഞ്ഞു. അയാളുടെ സ്വന്തം കാശ് കൊണ്ട് 100 രൂപയ്ക്ക് അയാളൊരു പുസ്തകം മേടിക്കുന്നു. അയാളുടെ പ്രോപ്പർട്ടിയാണ്, കത്തിച്ചാൽ എന്താ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് ആവശ്യമില്ലാത്ത പ്രകോപനത്തിലേക്ക് നീളും. ഇപ്പൊ ഇന്ത്യയുടെ സംസാരിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു ആരും പറയുന്നില്ലല്ലോ. ഇന്റലക്ച്വലി നമ്മുടെ ഇന്ത്യയുടെ ട്രഡീഷൻസ് എന്ന് നോക്കൂ, ഇന്റലക്ച്വലി ചലഞ്ച് ചെയ്യുന്ന ട്രഡീഷൻസ് അല്ലേ. പോട്ടെ, ഇന്ത്യയുടെ ട്രഡീഷൻ മാത്രമല്ല, ശങ്കരാചാര്യ ഡിബേറ്റേഴ്സ് ആണ്. യേശു ക്രിസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് ഡൗട്ടിംഗ് തോമസ് എന്നാണ്, ബിലീവിംഗ് തോമസ് എന്നല്ല. ഡൗട്ടിംഗ് തോമസ് എന്നല്ലേ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്റെ പേര്. ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളല്ലേ.
അപ്പം ഇത് മനഃപൂർവ്വം വിശ്വാസികളെ പ്രകോപിപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞ് അതിനർത്ഥം ഇന്റലക്ച്വലി ക്രിട്ടിസൈസ് ചെയ്യുന്നതല്ല. ഇന്റലക്ച്വലി ചലഞ്ച് ചെയ്യാം, ക്രിട്ടിസൈസ് ചെയ്യാം, പ്രിമൈസുകളെ ഡിബേറ്റ് ചെയ്യാം, അതിനൊന്നും ആർക്കും പ്രശ്നമില്ല. പക്ഷേ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യേശുക്രിസ്തു ഇല്ലെന്ന് പറയുന്നതിൻ്റെ, താങ്കളുടെ അല്ല, ഇങ്ങനെ വാദിക്കുന്നവരുടെ ബേസ് എന്താണെന്നോ അല്ലെങ്കിൽ അയ്യപ്പൻ ഇല്ലെന്ന് വാദിക്കുന്നവരുടെ ബേസ് എന്താന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തെ അസ്ഥിരപ്പെടുത്തുക, അവരെ മോശം കല്ലുക. അല്ലെങ്കിൽ ശ്രീരാമൻ ഇല്ല എന്ന് പറയുന്നവരുടെ, ഇതിപ്പം രാമസേതു എന്നൊരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചാണ് നമ്മുടെ ശ്രീലങ്കയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോകാൻ. ഈ രാമസേതു എന്നൊരു കാര്യം അവിടെ ഇല്ലേ? ഇങ്ങനൊരു സാധനം കൂടെ ഉണ്ടല്ലോ. അപ്പം ആ രാമസേതുവിനെ എന്നിട്ട് വിദേശികൾ വന്നപ്പോൾ ആഡംസ് ബ്രിഡ്ജ് എന്ന് വിളിച്ചു. പക്ഷെ രാമസേതു തന്നെയാണ്. അപ്പം ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു ചരിത്ര പുരുഷൻ ഇല്ലെന്ന് പറയുന്നത് എന്താ അർത്ഥം? ശരിയാണ്, രാവണന് 10 തലയുണ്ടോ? ഇല്ല, 10 തലയുടെ ബുദ്ധിയുണ്ട്. രാഹുൽ, അതായത് ഇതെല്ലാം ഈ മതസാഹിത്യത്തെ പറ്റിയോ അല്ലെങ്കിൽ അതിലെ ഫിലോസഫിക്കൽ വാല്യൂ പറ്റിയോ, ആ മതം തരുന്ന പോസിറ്റീവ് ഹിസ്റ്റോറിക്കൽ വാല്യൂവിനെ പറ്റിയോ? ഇവരെല്ലാം ചരിത്ര പുരുഷന്മാർ കൂടിയാണ്. അവർ നിൽക്കട്ടെ, ഇതിന്റെ ഇവര് തന്നിട്ടുള്ള ഗുണങ്ങളെ പറ്റി ഒന്നും ഇവിടെ ഡിബേറ്റ് ഇല്ല. അതൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല. അതിനെക്കുറിച്ചും ഡിബേറ്റ് ആവണം, വേണ്ടെന്നല്ല. അതിനെക്കുറിച്ചും ഡിബേറ്റ് വേണം, വേണ്ടെന്നല്ല. പക്ഷേ ഇവര് ഹിസ്റ്റോറിക്കൽ റിയാലിറ്റീസ് ആണെന്ന് അംഗീകരിക്കാൻ നമുക്ക് എന്താ മടി? അല്ലാത്തതുകൊണ്ട് അല്ല. ആര് പറഞ്ഞു? ഞാനാ പറഞ്ഞ സെയിന്റ് പോൾ ഉണ്ടെങ്കിൽ, സെയിന്റ് പോൾ അതായത് യേശുവിനെ നേരിട്ട് കണ്ട, അതായത് പോള്, സംശയം തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും ഇങ്ങനെ? എവിടെയാണ് പറഞ്ഞത്? യേശു ക്രിസ്തുവിന്റെ മിറക്കിൾസിനെ കുറിച്ച് നമുക്ക് തർക്കിക്കാം. അല്ലെ, ഹിസ്റ്റോറിസിറ്റിയെ പറ്റി സംശയം ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ വളരെ എക്സ്റ്റെൻസീവ്ലി വായിച്ചിട്ടുണ്ട്. യേശുവിനെ കുറിച്ച് വ്യത്യസ്ത തിയറി പോലും ഉണ്ട്. അതായത് യേശു ക്രിസ്തു 12-ാം വയസ്സ് മുതൽ 30-ാം വയസ്സ് വരെ എവിടെയാന്നുള്ളതിന് ഇതില്ല. ഇനി ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇത് കുക്കപ്പ് ചെയ്താണ്. കൗണ്ടർ എന്താണെന്നറിയോ? അവർ പറയാതെ പറയുന്ന എന്താ? യുക്തിവാദികൾ അതായത് ചില ബിംബങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ കഥയൊക്കെ ഉണ്ടാക്കിയെടുത്തതാണെന്നാണ്. അതാണല്ലോ യുക്തിവാദികളുടെ പ്രധാന വാദം. ഉണ്ടാക്കുന്നൊന്നുമല്ലോ. പിന്നെ ഈ കഥകൾ യേശു ഇല്ലെന്നൊരു ദിവസം നമുക്ക് ചിന്തിക്കാം. യേശു ഒരാളെ ഇല്ല, പിന്നെ ഈ കഥകൾ ആരെങ്കിലും ഉണ്ടാക്കുന്നതല്ലേ? എന്തോ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയോ മതപ്രചാരണത്തിന് വേണ്ടിയോ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഈ കഥകളെല്ലാം ഉണ്ടാക്കി എന്നുള്ളതല്ലേ പ്രമേസ്? പിന്നെന്താ? അല്ല, എല്ലാ കഥകളും അങ്ങനെ ഉണ്ടാക്കുന്നതല്ലോ. അതായത് നമ്മൾ ശരി, കഥകൾ ഉണ്ടായി വന്നു അങ്ങനെ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ 12 മുതൽ 30 വയസ്സ് കൊണ്ട് കഥ ഉണ്ടാക്കിയാൽ പോരെ? എന്തുകൊണ്ടാണ് ബൈബിളിൽ 12 മുതൽ 30 വയസ്സുള്ള യേശുക്രിസ്തുവിനെ കുറിച്ച് പരാമർശം ഇല്ലാത്തത്? അവരുടെ ഇന്റലക്ച്വൽ ഓണസ്റ്റി ബൈബിളിൽ പരാമർശമില്ല. 12 വയസ്സിൽ യേശുക്രിസ്തുവിനെ അമ്പലത്തിൽ വെച്ച് നമ്മുടെ പുരോഹിതരോട് തർക്കിക്കുന്ന കാണുകയാണ്. അവൻ ഇന്റലിജന്റ് ആയ ചോദ്യങ്ങൾ ചോദിച്ചു, അവന്റെ ജ്ഞാനത്തിൽ അവർ അത്ഭുതപ്പെട്ടു എന്നൊക്കെയുണ്ട്. പിന്നീട് യേശുവിനെ സ്നാപക യോഹന്നാനിലാണ് നമ്മൾ കാണുന്നത്. 12 മുതൽ ഈ 18 വർഷം യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ പരാമർശിക്കുന്നില്ല. കഥ ഉണ്ടാക്കിയാൽ പോരെ? എന്തിനാ കഥ ഉണ്ടാക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് കഥ ഉണ്ടാക്കാനാണെങ്കിൽ, ഒരു ഉത്തരം നൽകാനായിട്ട് വെറുതെ കഥ ഉണ്ടാക്കാനാണെങ്കിൽ, അപ്പം യേശു എന്ന ചരിത്ര പുരുഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ അത്? യേശു എന്ന ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ അത്? ആ കഥയിൽ തന്നെ ഉള്ളത്. ആ കഥയിൽ തന്നെ ഈ ഗ്യാപ്പിൽ അവർ ഫില്ല് ചെയ്യാൻ നോക്കുന്നില്ല. പകരം അവർ ഇന്റലക്ച്വലി ഓണസ്റ്റ് ആയി ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കഥ ഉണ്ടാക്കുന്നവർ വേറെയുണ്ട്. യേശു ഇന്ത്യയിലേക്ക് വന്നു എന്ന് പറയുന്നവരുണ്ട്. അതല്ല, ഈ പുസ്തകങ്ങളുടെ ചരിത്രം രാഹുലിനറിയോ? ഏത് ചരിത്രം? അതായത് ഈ ബൈബിൾ പുസ്തകമല്ലേ ഇത്? എന്നാണ് ബൈബിൾ പുസ്തകമല്ല ബേസിക്കലി. എവിടെയാണ് നമ്മൾ? ബൈബിൾ ഒരു സെറ്റ് ഓഫ് നോളേജും സെറ്റ് ഓഫ് പാരഡൈമും ആണ്. പിന്നീട് ഇത് എഴുതിയിട്ടിട്ട് കാണാം, പിന്നെ ഇത് വേർഷൻസ് വന്ന് കാണാം. അതായത് മാത്യുവും ലൂക്കും അല്ലെങ്കിൽ ജോണും ഇവരെല്ലാം യേശു ക്രിസ്തു അല്ലെങ്കിൽ പോളും ഇവരെല്ലാം യേശു ക്രിസ്തുവിനെ കാണുകയും അവരുടെ അനുഭവങ്ങൾ പറയുകയും എഴുതിയിടുകയും ഒക്കെ ചെയ്തു. അന്ന് ഈ രീതിയിൽ എഴുത്തില്ലല്ലോ. തങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഇന്ന് തന്നെ ഒരു പത്രം കവർ ചെയ്ത, മനോരമ കവർ ചെയ്യുന്ന പോലെയല്ല ജന്മഭൂമി കവർ ചെയ്യുന്നത്, ജന്മഭൂമി കവർ ചെയ്യുന്നതല്ല ദേശാഭിമാനി കവർ ചെയ്യുന്നത്, ദേശാഭിമാനി കവർ ചെയ്യുന്നതല്ല വീക്ഷണം കവർ ചെയ്യുന്നത്. ഓരോരുത്തരും തങ്ങളുടെ നിലവാരത്തിൽ നിന്ന് യേശു ക്രിസ്തു എന്ന ദൈവപുത്രനെ മനസ്സിലാക്കുന്നതിൽ വെച്ച് അവർ കാര്യങ്ങൾ എഴുതി. ഇപ്പോൾ ഉദാഹരണം, മഗ്ദലന മറിയ. എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വചനമാണ് മഗ്ദലന മറിയോട് എന്ന് ഇന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന രീതിയിൽ നിങ്ങളിൽ പാപം ചെയ്യാത്തവരെ കല്ലെറിയട്ടെ. ഏതോ ഒരു മറിയ മഗ്ദലനത്തിൽ വരുന്നതാണെന്ന് പറയുന്നു. ചില ആൾക്കാർ വീണ്ടും വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് മഗ്ദലന മറിയല്ല, വേറെ ഏതോ മറിയ, അറിയില്ല, പോട്ടെ. ഏതോ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് വരുമ്പോൾ ആ പ്രോസ്റ്റിറ്റ്യൂട്ടിനോട് പറയുന്നു നിങ്ങളിൽ പാപമില്ലാത്തവരെ കല്ലെറിയട്ടെ. എനിക്ക് തോന്നുന്നത് ഫിലിപ്പിലാണുള്ളത്, ഏതിലാന്ന് ഞാൻ വിട്ടുപോയി, ഏതോ ഒന്നിലേ ഉള്ളൂ. മറ്റുള്ള 2-3 എണ്ണത്തിൽ അത് വേണ്ട രീതിയിൽ പരാമർശിക്കുന്നുമില്ല. അതിനർത്ഥം അതില്ലെന്നാണോ? അപ്പം തങ്ങളുടെ എക്സ്പീരിയൻസ് കുറച്ച് ആൾക്കാർ എഴുതിയിട്ടു. ഈ തങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതിയിട്ടു എന്ന് പറയുന്നതിനും അതിന്റെ വൈവിധ്യവും തന്നെ ഒരാളവിടെ ഉണ്ടെന്നുള്ളതിന്റെ വലിയ തെളിവല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ രാഹുൽ, അതായത് രാഹുൽ ഈശ്വർ എന്തെങ്കിലും പറഞ്ഞു, രാഹുൽ ഗാന്ധി പറഞ്ഞായിട്ട് ആക്കാൻ പറ്റില്ലല്ലോ. ജീസസ് എന്ന് പറയുന്നത് അവിടുത്തെ വളരെ കോമൺ നെയിമാണ്. അല്ല, ഈശ പുള്ളിയുടെ പേര് ജീസസ് ഗ്രീക്ക് പേരാണ്. പുള്ളിയുടെ പേര് ജീസസ് എന്ന് പറയുന്നത് ഒരിക്കലും ഈസോ, ഈശ, യാ എന്ന സൗണ്ട് അത് പിന്നെയാണ് ജ ആവുന്നത്. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞ് എഴുതിയിടുവോ ആൾക്കാർ? പുള്ളിക്ക് എന്തോ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു, പുള്ളിക്ക് എന്തോ ആത്മീയ ചൈതന്യം എന്ന് പറഞ്ഞാൽ യുക്തിവാദികൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നല്ല പ്രഭാഷണ പാഠം ഉണ്ടായിരുന്നു. ഇങ്ങനൊരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ.
ഇങ്ങനൊരു വ്യക്തി ഈ യേശു അപ്പൊ ഞാൻ ഇനി ഒറ്റ ചോദ്യത്തിൽ ഇത് ഫുള്ള് തീർക്കാം. ഒറ്റ ചോദ്യം, അങ്ങ് കൃത്യമായി സ്പോണ്ടേനിയസ്ലി മറുപടി വരുന്നത്. എന്റെ റാപ്പിഡ് ഫയർ ആണ്. സോക്രട്ടീസ് ഉണ്ടായിരുന്നു? എനിക്കറിയില്ല. പ്ലേറ്റോ ഉണ്ടായിരുന്നു? എനിക്കറിയില്ല. അരിസ്റ്റോട്ടിൽ ഉണ്ടായിരുന്നു? അറിയില്ല. ഇവരുടെ എല്ലാം പുസ്തകങ്ങൾ അടക്കമില്ലേ? അതായത് BC 600-ലും 500-ലും 400 ഫിലോസഫീസ് ഉണ്ട്. അതെ, പക്ഷെ അവരില്ലാതെ എങ്ങനെ ഫിലോസഫി ഉണ്ടാവും? അതായത് ബുദ്ധൻ ഉണ്ടായിരുന്നു? പല ബുദ്ധന്മാരുണ്ടായിരുന്നു. ആയിക്കോട്ടെ, പക്ഷെ ഒരു ബുദ്ധനില്ലേ? ഈ തുടക്കത്തിൽ ഒരാളില്ലേ? നമ്മൾ പറയുന്ന ബുദ്ധൻ ഗൗതമ ബുദ്ധനാണ്. അതെ, ഗൗതമ ബുദ്ധൻ ഒരാളില്ലേ? ആ ബുദ്ധൻ എൻലൈറ്റഡ് ആയി അദ്ദേഹത്തിന്റെ ഫിലോസഫി പിന്തുടർന്നു. പലരും എൻലൈറ്റഡ് ആയി. ചോദ്യം എന്താണെന്നറിയോ, എന്തിനാണ് ഈ കഥകളിൽ ഹിസ്റ്ററി ഉണ്ട് എന്ന് വാശി പിടിക്കേണ്ട ആവശ്യം? നേരെ തിരിച്ചാണ്. ഈ ഹിസ്റ്ററിയിൽ കഥകളുണ്ട്. ആ കഥകൾ ചില ആൾക്കാര് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പൊടിപ്പും തൊങ്ങിലും വെച്ചും പറയും. ചില ആൾക്കാർ, ഇപ്പൊ ഇവിടെ തന്നെ 6 പേരുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ എന്നെ കുറിച്ച് 6 പേർക്കും ചില കാര്യങ്ങളിൽ സിമിലർ അഭിപ്രായമായിരിക്കും, ചില കാര്യങ്ങളിൽ വേറെ അഭിപ്രായമായിരിക്കും. നേരത്തെ എനിക്ക് തോന്നുന്നു അദ്ദേഹം പറയുന്നുണ്ട്, അവർ പറയുന്നതെല്ലാം കൊള്ളാം, ഇൻക്ലൂസീവ് ആയിട്ട് പറയുന്നുണ്ട്, കുറച്ച് വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട്. വേറെ സുഹൃത്ത് പറഞ്ഞ അങ്ങനെയല്ല, കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഞാനെന്ന ഒരു വ്യക്തിയെ കുറിച്ച് തന്നെയല്ലേ പറയുന്നത്. നാളെ ഒരാള് നിങ്ങളുടെ സുഹൃത്ത് കണ്ടിട്ട് പറയുകയാണ് നിങ്ങൾ 6 പേർക്കും 6 അഭിപ്രായമാണ്, പിന്നെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? 6 പേരും 6 പറയുന്നത്. അതുകൊണ്ട് രാഹുൽ ഈശ്വർ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലാതാവൂ. അപ്പൊ ഇതേപോലെ ഒരാള് ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ടുണ്ട്. ഈ സെൻട്രൽ പോയിന്റിലായിട്ട് നിന്ന ആളെ കുറിച്ച് പല വ്യാഖ്യാനങ്ങളും പല മനസ്സിലാക്കലും. അപ്പൊ യേശു ക്രിസ്തുവിനോട് ശിഷ്യന്മാർ വിശ്വസിക്കാത്തതുണ്ട്. യൂദാസ് യേശു ക്രിസ്തുവിന്റെ അടുത്ത് നിന്നിട്ട് പോലും യേശുവിനെ തിരിച്ചറിയാതെ 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റ കൊടുത്താണെന്ന് പറയുന്നുണ്ട്. ഈ യൂദാസിന്റെ വെള്ളിക്കാശ് എന്റെ ഇരിപ്പുണ്ടെന്നാണ് മോൺസൺ മാവുങ്കൽ പറയുന്നത്. നാളെ മോൺസൺ മാവുങ്കൽ കള്ളമായതുകൊണ്ട് യൂദാസ് ഇല്ലാത്തതുകൊണ്ട് യേശു ഇല്ല എന്ന് പറയാൻ പറ്റൂ? അപ്പൊ എന്റെ ചോദ്യം, BC 400-ലും 500-ലും ജനിച്ച അരിസ്റ്റോട്ടിൽ ഉണ്ട്, പ്ലേറ്റോ ഉണ്ട്, പിന്നെന്താ സോക്രട്ടീസ് ഉണ്ട്, BC 500 ജനിച്ച ബുദ്ധനുണ്ട്, BC 450-ലോ 500-ലോ ജനിച്ച മഹാവീരനുണ്ട്. ഇതിനൊക്കെ ശേഷമുള്ള യേശു ഇല്ലെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമുള്ളത്? അലക്സാണ്ടർ പോലും ശേഷമാണ് യേശു. അലക്സാണ്ടർ ദ ഗ്രേറ്റ് പോലും ശേഷമാണ് യേശു. അതാണ് ഇതിലത്തെ തമാശ. എന്താന്ന് പറഞ്ഞാൽ ഇത്ര കാലം മുമ്പ് വരെയുള്ള ആളുകളുടെ ഹിസ്റ്റോറിക് ഡോക്യുമെന്റേഷൻ ഉണ്ട്. അല്ല, ഈ എന്ത് ഡോക്യുമെന്റേഷൻ ആണ്? യേശു ക്രിസ്തുവിന് ആധാർ ഉണ്ടാവും? അല്ല, എന്ത് ഡോക്യുമെന്റേഷൻ? അല്ല, വേണമെന്നില്ല. ഈ 33 വയസ്സ് വരെ മാത്രം ജീവിച്ച, 30 വയസ്സിൽ പ്രചരണം തുടങ്ങിയ, അല്ലെങ്കിൽ ഗോസ്പൽ മിനിസ്ട്രി തുടങ്ങിയ സ്നാപക യോഹന്നാന് ശേഷമാണ് യേശുവിനെ പ്രവണനായിട്ട് കാണുന്നത്. ഈ 3 വർഷം ജീവിച്ച വ്യക്തി ലോക ചരിത്രം 2ആയി പതുക്കുന്ന പോയിന്റാണ്. ഈ മനുഷ്യനെ കുറിച്ച് എന്ത് ഡോക്യുമെന്റ് എവിഡൻസ് ആണ് കിട്ടാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഇദ്ദേഹത്തിന്റെ കഥ ഞാൻ പറയാം. അഗസ്റ്റസ് സീസറിന്റെ കാലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അഗസ്റ്റസിന്റെ കാലത്താണോ എന്ന് സംശയമുണ്ട്. പോട്ടെ, കാര്യം അഗസ്റ്റസ് കുറച്ചുകൂടെ മുമ്പാണ്. കാര്യം യേശു BC 4-ലാണ്, അഗസ്റ്റസ് BC 1-ാം നൂറ്റാണ്ടിലാണ്. പോട്ടെ, എന്നാലും ആയിക്കോട്ടെ. എങ്ങനെയാണ് ഡോക്യുമെന്റേഷൻ? അഗസ്റ്റസ് സീസറിന്റെ കാരണം അന്നൊരു സെൻസസ് നടക്കുന്നുണ്ട്. ആ സെൻസസിൽ പേര് ചേർക്കാൻ വേണ്ടി പോയ കഥകളൊക്കെ ഉണ്ട്. ഈ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. പറഞ്ഞോളൂ. ഞാൻ അതാ നോക്കുന്നത്, ഞാൻ ചെക്ക് ചെയ്യാണ് ആൾക്കാർ, ഞാൻ ക്രോസ് ചെക്കിങ്ങിന്റെ ആളാണ്. പറഞ്ഞോളൂ. അപ്പം അഗസ്റ്റസ് സീസർ ഉള്ള സമയത്താണ്, അഗസ്റ്റസ് സീസർ വന്നു, അതിനും ശേഷം അദ്ദേഹമാണ് ആദ്യത്തെ എംപറർ. ജൂലിയസ് സീസർ ശരിയാണ്. ക്ഷമിക്കണം, കറക്റ്റ്, യു ആർ റൈറ്റ്. കാര്യം 63 BC-ലാണ് അഗസ്റ്റസ് സീസർ ജനിക്കുന്നത്, 14 AD വരെയാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പം അവിടെ തന്നെ ഒരു ഡിസ്ക്രിപ്പൻസി ഇല്ലേ? കറക്റ്റ് അല്ലേ? കാലഘട്ടം കറക്റ്റ് അല്ലേ? അഗസ്റ്റസ് സീസറിന്റെ കാലത്ത് അഗസ്റ്റസ് സീസർ ജനിക്കുന്ന എപ്പോഴാ? 63 BC, ഭരിക്കുന്നത് 14 AD. കറക്റ്റ് ആണ്, 14 AD വരെ. ഈ അഗസ്റ്റസ് സീസർക്ക് ഏകദേശം 50 വയസ്സിൽ അദ്ദേഹം രാജം ഉണ്ടായില്ലെങ്കിൽ 50-55 വയസ്സിലായിരിക്കും യേശു ക്രിസ്തു ജനിച്ചത്. ഈ ഗ്രിഗോറിയൻ കലണ്ടർ ഉണ്ടല്ലോ, അത് ഈ AD BC എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് ബിഫോർ ക്രൈസ്റ്റ് അല്ല. അന്നോ ഡോമിനിയും അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇവരാണ് കലണ്ടർ ഉണ്ടാക്കിയത്, അഗസ്റ്റസ് സീസർ. അതെങ്ങനെ അഗസ്റ്റസ് സീസർ BC AD എന്നുള്ള കലണ്ടർ ഉണ്ടാക്കുന്നത്? അതിനുശേഷമല്ലേ AD എന്ന് പറയുന്നത്? അന്നോ ഡോമിനിയും BC എന്ന് പറഞ്ഞാൽ ബിഫോർ ഇയേഴ്സ്. ഇന്ന് BCE എന്നും AD എന്നും പറയുന്നു. അപ്പൊ ഇതും യേശു ക്രിസ്തുവിന്റെ ജീവിതമായിട്ട് എങ്ങനെ ഇല്ലെന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇതിപ്പോ ഇതിനെ പറ്റി തർക്കിക്കാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത എന്താന്ന് വെച്ചാൽ, ഇതിപ്പോ അത് ശരിയായാലും തെറ്റായാലും ബാധിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ ഈ ഒരു കാര്യത്തെ പറ്റി ഒരു ചർച്ച പോലും നടക്കുന്നില്ല. അല്ല, 2 കാര്യങ്ങളാണ്. ഇപ്പൊ അങ്ങ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങയുടെ വാക്കുകളിൽ നിന്ന് എടുത്ത് പറയാം. ഞാൻ ഈ താർക്കികനായോണ്ട്, ഞാൻ ശരിക്കും താർക്കിക്കാറില്ലെങ്കിലും കോർ താർക്കികനായോണ്ട് താങ്കൾ പറഞ്ഞതിൽ ഒരു വാക്ക് പോലും ഉണ്ട്. അഗസ്റ്റസ് സീസറിന്റെ കാലത്താണ് ഇവരുടെ പേര് ചേർക്കാൻ ഡോക്യുമെന്റ് ചെയ്ത് പോകുന്നതെന്ന്. കഥ അത് ബൈബിളിലുള്ള സ്റ്റോറിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം ഹിസ്റ്റോറിക്കൽ ഒരു പേഴ്സണാലിറ്റി ഉണ്ടെന്നല്ലേ? ഇങ്ങനെ ഒരാൾ ഉണ്ടായിട്ടല്ലേ പുള്ളിയുടെ പേര് ചേർക്കാൻ പോകുന്ന ആവശ്യമുള്ളൂ. കുറെ കാര്യങ്ങള് ഞാനൊരു പുസ്തകം എഴുതുന്നു.
ഞാൻ ആ പുസ്തകത്തിൽ പറയുന്നു ഞാൻ ദൈവമാണെന്ന് പറയുന്നു. ആര് പറയുന്നു? ഞാൻ തന്നെ യേശുക്രിസ്തു അല്ല, ഒരു എക്സാമ്പിൾ. അല്ലെങ്കിൽ ഞാൻ പറയുന്നു എൻ്റെ അളിയൻ ദൈവമാണെന്ന് പറയുന്നു. ഇതിന്റെ പ്രൂഫും ആ പുസ്തകം തന്നെ. അല്ല, അതെങ്ങനെയാവും? അവിടെയാണ് ഞാൻ ചോദിച്ചത്. യേശു ക്രിസ്തുവിന്റെ അളിയനല്ല പുസ്തകം എഴുതിയത്, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. തങ്ങൾ ഗുരുവായി കാണുന്ന ഒരാളെ അവർ ഗ്ലോറിഫൈ ചെയ്ത് ദൈവവൽക്കരിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ല. അത് ഫാക്ച്വലി ശരിയായിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ യേശു ക്രിസ്തു എന്ന ദൈവപുത്രൻ പോട്ടെ, യേശു ക്രിസ്തു എന്നൊരു മനുഷ്യപുത്രൻ ജീവിച്ചിരുന്നില്ലേ? അല്ല, അതങ്ങനെ അതാണ് ആ ജീവിച്ചിരുന്ന ആളെ നമ്മൾ ഇപ്പം മണികണ്ഠൻ എന്ന് പറയുന്ന ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? സേവിയർ, അനോയിന്റഡ് വൺ. ഈ ജീസസ് എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ക്രിസ്റ്റോസി എന്ന് പറയുന്നല്ലേ പല ക്രിസ്തുക്കൾ വന്നിരുന്നു എന്നറിയാം. അവിടെയാണ് ഇത് ഈ പല ക്രിസ്തുക്കൾ വന്നിരുന്നു എന്ന് പറയുന്നതും ഈ രാമായണം പലതുണ്ടെന്ന് പറയുന്നതും അത് നിരീശ്വരവാദികളുടെ ലൈനിന്റെ കാര്യം. അങ്ങനെ നിരീശ്വരവാദി എന്നാ കിട്ടിയെന്നുള്ള ഈ സെൻട്രൽ ഫിഗറിനെ ഡയല്യൂട്ട് ചെയ്യാനാണ്. അതായത് ഞങ്ങൾ പലപ്പോഴും ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് അതൊരു സ്ട്രാറ്റജിയാണ്. ഞാൻ ഒറ്റ ഒരു വരി കൂടെ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ സ്ഥിരം കേൾക്കുന്നതാണ് 300 രാമായണങ്ങളുണ്ട്. ഇത് കേട്ടിട്ടുണ്ടായിരിക്കും ആർഗ്യുമെന്റ്. 300 രാമായണം ഉണ്ട്. സാറേ 300 അല്ല 3000 രാമായണം ഉണ്ടാകട്ടെ. വാൽമീകി രാമന്റെ ബയോഗ്രഫറാണ്. രാമൻ എന്ന് പറയുന്ന മിസ്റ്റർ രാമന്റെ ഭാര്യ മിസ്സസ് സീത, അദ്ദേഹത്തിന്റെ സഹോദരൻ മിസ്റ്റർ ലക്ഷ്മണൻ, ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. ഈ പുള്ളിയുടെ കാലത്ത് വാൽമീകി എന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പുള്ളി ഭില്ലായിരുന്നു, ഷെഡ്യൂൾ ട്രൈബ്, ഇന്നത്തെ ഷെഡ്യൂൾ ട്രൈബ് സമുദായത്തിലായിരുന്നു. പുള്ളിയുടെ കാലത്ത് നോക്കി കുറേ കാര്യങ്ങൾ എഴുതി വെച്ചു. ഇതിനെ ബേസ് ചെയ്ത് 3000 ഇന്റർപ്രിട്ടേഷൻ ഉണ്ടായിക്കോട്ടെ, അതിനർത്ഥം രാമനില്ലെന്നാണോ? ഇത് ഈ റിലേറ്റീവ്സ് ഏത് രാമനാണുള്ളത്? ഏത് രാമനാ ഇല്ലാത്ത? മിസ്റ്റർ രാമൻ, ദശരഥന്റെ മകനായ കൗസല്യയുടെ മകനായ ശ്രീരാമൻ, മിസ്റ്റർ രാമൻ, ശ്രീ എന്നുള്ള പേര് മാത്രമാണ്. മിസ്റ്റർ രാമൻ എന്ന് പറയുന്ന ഒരു ചരിത്ര പുരുഷൻ. ആ പുരുഷനെ പരമാവധി ഗ്ലോറിഫൈ ചെയ്ത് അതിശയോക്തിവൽക്കരിച്ച് പുള്ളിയുടെ നിറം നീലയായിരുന്നു, പുള്ളി അമ്പയിച്ചാൽ 100 കിലോമീറ്റർ പോകുമായിരുന്നു ഒക്കെ പറഞ്ഞു ഇല്ലെന്ന് പറയുന്നില്ല. രാവണന്റെ അച്ഛൻ്റെ പേര് വിശ്രവസ്, അമ്മയുടെ പേര് കൈകസി. രാവണന് ഞാൻ ചെറിയ പ്രായത്തിൽ സംശയിച്ചിട്ടുണ്ട്, ഈ 10 തലയുണ്ടെങ്കിൽ ബാത്റൂമിലൊക്കെ എങ്ങനെയായിരിക്കും രാവണ പോകുന്നത്? അത് നമ്മുടെ 10 തലയുടെ അല്ല, അന്നും ബാത്റൂം ഉണ്ടാവില്ല, രാജകൊട്ടാരമൊക്കെ അല്ലേ, രാവണൻ രാജാവല്ലേ. രാവണന് 10 തലയുടെ ബുദ്ധിയേ ഉള്ളൂ. അതായത് ഈ നമ്മൾ പഴയ രാമായണം സീരിയൽ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അതായത് അതിൽ കുംഭകർണൻ ശ്വാസം വലിക്കുമ്പം മൂക്കിലെ കാന കയറി പോകുന്നു. ഇത് വെച്ചിട്ടാണോ നമ്മൾ രാമായണം ഹിസ്റ്റോറിക്കൽ അല്ലെന്ന് പറയേണ്ടത്? ഇത് പിള്ളേരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഫാസിനേഷന് വേണ്ടിയിട്ട് കാര്യമായി കൊടുക്കുന്ന സാധനം. ഇപ്പൊ രജനീകാന്ത് അടിച്ച രാമായണം ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ എന്താ? രാമായണം ഹിസ്റ്റോറിക്കൽ ആണെങ്കിൽ എന്താ കുഴപ്പം? ആണെങ്കിൽ കുഴപ്പമില്ല. അതേ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ എന്ന് പറയുന്നതിന്റെ ദുരുദ്ദേശം എന്ന് പറഞ്ഞാൽ, താങ്കളുടെ അല്ല, ഇത് പറയുന്നവരുടെ ദുരുദ്ദേശം ഇതൊക്കെ ഒരു ലിറ്ററേച്ചറാണ്, ഇതിനെ ഉള്ളിൽ ഡയല്യൂട്ട് ചെയ്യാൻ വേണ്ടി സംഘടിതമായി പറയുന്നതാണ്. അതായത് ഇത് രാഹുൽ മുന്നിൽ ഒരു ശത്രുവിനെ പ്രതീക്ഷിച്ചിരിക്കുകയല്ല. അല്ല, കാര്യം ഇവര് പറയുന്നതിന്റെ അവരുടെ ആംഗിൾ അതാ. അതായത് ഇവരെന്നിട്ട് ഭംഗിവൽക്കരിച്ച് പറയുന്നത് എന്താ? രാമായണം ഹിസ്റ്ററി അല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ലിറ്ററേച്ചറാണ് എന്ന് പറഞ്ഞാൽ രാമൻ ഒരാൾ ജീവിച്ചിരുന്നില്ല, വേണമെങ്കിൽ നിങ്ങൾ കഥ ഉണ്ടാക്കിയതാണെന്ന് അങ്ങനെ പഞ്ചസാര വൽക്കരിച്ച് അവർ നമുക്ക് പണി തരികയാണ്. ഇത് എനിക്ക് മനസ്സിലാവും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഗാന്ധിജി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എൻ്റെ രാമനെ, അതായത് ഹിസ്റ്റോറിക്കൽ രാമനെ ഒരുപാട് അതിശയോക്തിയും കഥകളും ഒക്കെ ഉണ്ടാവും, പക്ഷെ ചരിത്രത്തിൽ അങ്ങനെ ആളുണ്ടെന്ന് സമ്മതിച്ചവർക്ക് എന്താ നഷ്ടം? അപ്പൊ എന്താ പ്രശ്നം എന്നറിയാമോ? അങ്ങനെ ഒരാളുണ്ടെന്ന് സമ്മതിച്ചാൽ പുള്ളിയോടുള്ള ഡിവോഷൻ, പുള്ളിയോടുള്ള ഇത്രയും കാലം നിന്നു എന്നുള്ള, അതായത് ചരിത്രത്തിൽ നിന്നു എന്നുള്ളതിന് നിരീശ്വരവാദികൾക്കൊരു ബാധ്യതയാണ്. ആ ബാധ്യത മാറ്റാനായി യേശുവില്ല, രാമനില്ല എന്ന് ഈസിയായിട്ട് പറയുകയാണ്. നേരെ മറിച്ച് ചരിത്രത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് എന്താ നഷ്ടം? ഇപ്പം തന്നെ നോക്കിയാൽ യേശു ക്രിസ്തുവിൻ്റെ കാര്യം പലരും, ഞാൻ ഈ വാദഗതി നെറ്റ്ഫ്ലിക്സിൽ ചില ഡോക്യുമെന്ററീസ് ആയിട്ട് പോലും വരുന്നുണ്ട്, യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നില്ല. ഇത് പറയുന്നതിൻ്റെ സ്ഥാപിത താല്പര്യം എന്ന് പറഞ്ഞാൽ ആ സെൻട്രൽ ഫിഗറിനെ ഡയല്യൂട്ട് ചെയ്യുക. ഈ മതങ്ങളിൽ കുറേ മൂല്യങ്ങളും ദർശനങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ അതിൻ്റെ കോറ് കുറേ മനുഷ്യരാണ്. ആ മനുഷ്യരില്ലെന്ന് തെളിയിക്കുന്നതിലൂടെ അവർക്കുള്ളിൽ ഒരു ഡയല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. ഇതാണ് ഇപ്പം ശ്രീകൃഷ്ണനും അർജുനനും. ഡയല്യൂഷൻ വന്നാൽ എന്താ കുഴപ്പം? അല്ല, ഡയല്യൂഷൻ വരുന്നത് എന്തിനാ? ശരിയല്ലല്ലോ, ഇറ്റ്സ് നോൺ ഫാക്ട്, അത് വസ്തുതയല്ലാത്ത കാര്യമാണ്. ഈ നിരീശ്വരവാദികൾ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അവരുടെ ഒരു ഇന്റലക്ച്വൽ ഫാസിനേഷനാണ്, അവരുടെ ഒരു ഇന്റലക്ച്വൽ സെക്ഷുവൽ ടിറ്റിലേഷനാണ്. ഈ സെക്ഷുവൽ ടിറ്റിലേഷൻ പോലെയാണ് ഇന്റലക്ച്വൽ ടിറ്റിലേഷൻ. ഇതൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുന്നതിന് എന്ത് ന്യായം പറയും? അങ്ങനെ കമ്പരാമായണം ഇല്ലേ? ഇന്ന് നടന്ന കാര്യത്തെക്കുറിച്ച് നാളെ എഴുതുന്ന 5 പത്രങ്ങൾ 5 വ്യാഖ്യാനം എഴുതുമെങ്കിൽ 5000 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് 50,000 പേര് പറയുമ്പോൾ എന്ത് വ്യാഖ്യാനങ്ങൾ വരും? നമ്മളിതിന് മാനേജ്മെന്റ്, പക്ഷേ അങ്ങനെ അറിയാം, ചൈനീസ് വിസ്പർ എന്നാണ് വിളിക്കുക, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് വിളിക്കും. ഞാൻ അങ്ങയോട് പറയുകയും അങ്ങ് അടുത്ത ആളോട് പറയുകയും ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഗ്യാപ്പ് ഉണ്ടാകും. ഒരു സയന്റിഫിക്കലി വാലിഡ് ഫാക്റ്റ് ആണ്. കാര്യം ഞാൻ കാണുന്ന കാര്യങ്ങൾ എൻ്റെ വാക്കുകളിലൂടെ അദ്ദേഹത്തോട് പറയും, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പറയും. യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് എഴുതപ്പെടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് എഴുതാത്ത കാര്യങ്ങൾ കാലാന്തരത്തിൽ പലരും പറയുമ്പം പല രൂപങ്ങൾ വരും. അതിനർത്ഥം കോറില്ലെന്നാണോ?
ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. സോക്രട്ടീസിനെ അംഗീകരിക്കും, പ്ലേറ്റോയെ അംഗീകരിക്കും, അരിസ്റ്റോട്ടലിനെ അംഗീകരിക്കും, ഫിലിപ്പ് ഓഫ് മാസിഡോണിയ അലക്സാണ്ടറുടെ അച്ഛനെ അംഗീകരിക്കും, അലക്സാണ്ടർ ആക്രമിച്ചു എന്ന് അംഗീകരിക്കും, ബുദ്ധനെ അംഗീകരിക്കും, ജൈനെ അംഗീകരിക്കും, പക്ഷേ യേശു ക്രിസ്തു ഇല്ല. കാര്യം എന്തുകൊണ്ടാണ്? ബുദ്ധനെയും ജൈനെ അംഗീകരിച്ചതിലെ പ്രശ്നമില്ല, അവരൊക്കെ നിരീശ്വരവാദമല്ല എൻ്റെ കൂടെ ചേർന്ന് പോകുന്നവരാ. അതാണ് കൃഷ്ണനും ഇടവറുക സാറാണെന്ന് തോന്നുന്നു, കൃഷ്ണനും ക്രിസ്തുവും ജീവിച്ചിരുന്നില്ല എന്നൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവരൊക്കെ ജീവിച്ചിരുന്നു. ഞങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ ഓവർ ഇമോഷൻ കൊണ്ട് ഇവരെയൊക്കെ കാൽപ്പനികവൽക്കരിച്ച് കാണാം, ഭംഗിവൽക്കരിച്ച് കാണാം, ഡെക്കറേറ്റ് ചെയ്ത് കാണാം. അപ്പം അയ്യപ്പൻ പന്തളത്തുനിന്ന് ഒരു അമ്പയച്ചപ്പം നേരെ ശബരിമലയെ വന്നു വീണു. നമ്മുടെ ഇടയിലുള്ളൊരു കഥയാണ്. എങ്ങനെയാണെങ്കിൽ ലോകത്ത് ഇന്നൊരു ബസൂക്ക് അയച്ചാൽ പോലും എത്തൂല, ഇത്രയും കിലോമീറ്റർ ഇന്നൊരു റോക്കറ്റ് ലോഞ്ചർ അയച്ചാൽ പോലും എത്തൂല. അതിനർത്ഥം അത് ചരിത്രമല്ല. അല്ല, അത് ചരിത്രമാണ്. അവിടെ അയ്യപ്പനുണ്ട്. അയ്യപ്പൻ അമ്പയിച്ചെത്തിയതൊന്നുമല്ല. അതായത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ അവിടേക്ക് എത്തി. അവർ സിമ്പിളായി പറയാം, അങ്ങ് എറണാകുളം. അവസാനത്തെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോളൂ, ഒരൊറ്റ ചോദ്യം കൂടെ പറയാം. നമ്മള് വണ്ടി വരുമ്പോ നമ്മൾ വേഗത്തിൽ വരുന്നതിന് നമ്മൾ പറയുന്നത് എന്താ? ഓ, ഞാൻ പറന്നാണ് വന്നത്. ഈ പറന്നു വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എൻ്റെ വണ്ടിയുടെ കാർ ആകാശത്തിലൂടെ വന്നു എന്നല്ല. പകരം ഇതിനെ മനസ്സിലാക്കേണ്ടത് ലാംഗ്വേജ് ആസ് എ മീൻസ് ഓഫ് സിമ്പിൾസ് ആണ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കുറെ റെപ്രസെന്റേഷൻ ആണ്. അവൻ പറന്നു വന്നു എന്ന് പറഞ്ഞാൽ വേഗത്തിൽ വന്നു എന്നേ അർത്ഥമുള്ളൂ. ഓൻ പുലിയാണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛനും അമ്മയും പുലിയാണെന്നല്ല. അച്ഛനും 2 പുലികൾ പറന്നു വന്നിരുന്നു, അന്ന് വിമാനം ഉണ്ടായിരുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അത് കാവ്യാത്മകമാണ്, സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്. ഞാൻ തന്നെ ഒരു ചർച്ചയെ പറഞ്ഞു, ഒരുപാട് ട്രോളും ഒരുപാട് കോൺട്രവേഴ്സി ആയതാണ്. രാവണൻ ഒരു പക്ഷേ വിമാനം ഒന്നും ഉണ്ടായി കാണൂല. രാവണൻ ഒരു പക്ഷേ ഒരു ചങ്ങാടത്തിലായിരിക്കും കൊണ്ടുപോയത്, കുറെ കാലം കുതിരയിലായിരിക്കും കൊണ്ടുപോയത്. ഇത് പറയുന്നതിന് നമുക്ക് മടി എന്തിനാണ്? രാമാനന്ദ് സാഗർ മറ്റേ ആകാശത്തൂടെ റൈറ്റ് ബ്രദേഴ്സ് വരുന്നതിന് മുമ്പ് നമുക്ക് വിമാനം ഉണ്ടെന്ന് ക്ലെയിം ചെയ്യണ്ട. മറ്റേ എന്താ ആരാ പറഞ്ഞത്, മറ്റേ ഗണപതിയുടെ തല പ്ലാസ്റ്റിക് സർജറിയാണ്, ഇന്നൊന്നും പറയണ്ട. ഇല്ലാത്ത കാര്യങ്ങൾ ക്ലെയിം ചെയ്യണ്ട. പകരം ഉള്ള കാര്യങ്ങൾ ഹിസ്റ്റോറിസിറ്റിയിൽ നമ്മൾ അതിശയോക്തിവൽക്കരിച്ചു എന്ന് പറയുന്നത് തെറ്റില്ല. ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസമുണ്ട്, എന്തോ ഒരു ഫോഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതിൽ വിശ്വസിക്കുന്ന ആളാണ്. ചോദിച്ചാല് ഞാൻ അങ്ങനെ പള്ളിയിലൊന്നും പോകുന്ന ആളൊന്നും അല്ല. പള്ളിയിലൊക്കെ പക്ഷേ ഒരു കാലത്ത് പോകേണ്ടി വന്നിട്ടുണ്ടാവുമല്ലോ. ഓ, തീർച്ചയായിട്ടും. ഞാൻ +2 വരെയൊക്കെ വേദപാഠം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയിട്ടൊക്കെ ഉള്ള ആളാണ്. അതിനുശേഷം പിന്നെ പതുക്കെ ആരും ചോദിക്കാതായി. അല്ല, എനിക്കായിട്ട് തോന്നി അങ്ങനെ പോകുന്നത് കുറച്ചൊന്നേ ഉള്ളൂ. എന്നുവെച്ചാൽ തീരെ പോയില്ല എന്നൊന്നുമല്ല. എപ്പോഴെങ്കിലും എനിക്ക് കൂടുതലും പള്ളിയിൽ പോകാൻ, അല്ലെങ്കിൽ പള്ളിയിൽ നിന്നല്ല, ഇപ്പം അമ്പലമായാലും എവിടെയാണെങ്കിലും പോകാൻ, അവിടെ പോയി കുറച്ചു നേരം സമാധാനത്തിൽ ഇരുന്നിട്ട് പോരാൻ ഇഷ്ടമാണ്. അല്ല മറ്റേതും ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ കുർബാനയ്ക്ക് പോയാലും ക്രൗഡാണ്. ഇപ്പം എനിക്ക് അത് ഒഴിവായി കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടും അതൊന്നും വേണ്ട. എനിക്ക് സമാധാനത്തിൽ പോയി എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് തിരിച്ചു പോരുക എന്നുള്ളത് അതിഷ്ടമാണ്. വിശ്വാസിയാണ്, അതാ ഞാൻ പറഞ്ഞു. പക്ഷെ അതൊരു ഇന്നൊരു പെർട്ടിക്കുലർ റിലീജിയൻ എന്ന് ഞാൻ പറയുന്നില്ല. എന്താണ് ആ സങ്കല്പം? ദൈവം എന്ന് പറയുന്ന സങ്കല്പം എന്തോ ഒരു ശക്തിയുണ്ട്, അതിൽ വിശ്വസിക്കുന്നു. ഈശ്വരവാദി അങ്ങനെ പറയണില്ല. ഒരു പേഴ്സണൽ പ്രാർത്ഥിക്കോ? പ്രാർത്ഥിക്കാറുണ്ട്. അതെ, ഈ ശീലത്തിന്റെയാണ്, ചെറുപ്പം മുതലേ ചിലപ്പോ ട്രാവൽ ചെയ്യുമ്പോൾ. അപ്പൊ ജോയ് മാത്യുവിന് ദൈവമുണ്ട് ഉണ്ടല്ലോ. ഓക്കെ, എന്ത് രൂപത്തിലാണ് കണ്ടിട്ടുള്ളത്? അത് പല രൂപത്തിലാണ് ഞാൻ കാണുന്നത്. അത് അത് ഓരോ മനുഷ്യനും ഓരോ ഇന്റിമസി ഓരോ കാര്യങ്ങളുണ്ടാവും. അപ്പൊ എനിക്ക് ഞാൻ ദൈവവിശ്വാസി അല്ലാന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതെ, നമുക്ക് സ്ഥാപിക്കാനൊന്നുമില്ല. എന്താ വേണ്ടത്? ജോയ് മാത്യുവിന്റെ വിശ്വാസം അറിയാൻ വേണ്ടിയാണ്. അല്ല, എനിക്ക് പലതിലും വിശ്വാസമുണ്ട്. എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. എന്തിനാ വിശ്വസിക്കാതിരിക്കുന്നത്? അദ്ദേഹത്തിന് എന്നാ നല്ല വിശ്വാസമാണ്. പിന്നെ ഞാനതിന് അദ്ദേഹത്തെ വിശ്വസിക്കണം, അല്ലേ? ഇപ്പം ഞാൻ ദൈവം ഇല്ല എന്ന് പറഞ്ഞു ധരിച്ചോ, എന്താ സംഭവിക്കാൻ പോകുന്നത്? ആർക്കാണ് സുഖം കിട്ടാറുണ്ട്? എനിക്ക് പലർക്കും ദുഃഖം ഉണ്ടാവും ദൈവം ഇല്ല എന്നൊക്കെ പറഞ്ഞ. പലരുടെയും ദുഃഖം എൻ്റെ പ്രശ്നമേ അല്ല. എനിക്ക് സുഖം കിട്ടുന്ന, എനിക്ക് എൻ്റെ നിലപാടുകൾക്ക് എനിക്ക് കിട്ടുന്ന സംതൃപ്തിയാണ് എൻ്റെ സന്തോഷം. നിങ്ങൾ എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റുന്ന പ്രശ്നമില്ല. ശരി. ഇപ്പൊ ഈ നാസ്തികര് കണ്ടവാനുണ്ടല്ലോ, അതെ, നല്ലതാണ്. അങ്ങനെയാവും ആൾക്കാർക്ക്. ഞാനെടുക്കാലത്ത് അങ്ങനെ നോക്കി ഭയങ്കര ബോറടിച്ച്. നമുക്ക് 90% കാര്യങ്ങൾ അൺനോണാണ്. എനിക്ക് നിങ്ങൾക്ക് അറിയില്ല, അല്ലേ? ആ അറിവില്ലായ്മ എൻജോയ് ചെയ്യുന്നതാണ് ഞാൻ. എനിക്കെല്ലാം അറിയാം, ദൈവമില്ല എന്ന് ഞാൻ തന്നെ സ്ഥാപിച്ചറിയാം. വേണമെങ്കിൽ ദൈവമില്ല
ഈസിയാണ്. പക്ഷെ ദൈവം ഉണ്ട് സ്ഥാപിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലേ? ഇല്ലാത്ത സാധനം എങ്ങനെയാ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അതാണ് ബുദ്ധിമുട്ട്. VK എന്നാ പറഞ്ഞെന്ന് തോന്നുന്നു. ഇല്ലാത്ത ഒന്ന് ഉണ്ട് എന്ന് പറഞ്ഞാൽ തല്ലാണ് ആദ്യം. യുക്തിവാദികളെ പറ്റി പറഞ്ഞതാ. ഇല്ലാത്ത ഒന്ന് ഇല്ലാതെ സ്ഥാപിക്കുന്നത് അവരെ തല്ലണമെന്നാണ് പണ്ട് യുക്തിവാദികളെ പറ്റി VK പറഞ്ഞത്. VK ആണോ ബഷീറാണോ എനിക്ക് ഓർമ്മയില്ല. ബഷീറായിരിക്കില്ല എന്തായാലും. അതിൽ എൻ്റെ ഇന്നർ ക്രൈസിസുകളും റൂട്ടിൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഞാൻ ജീസസ് ക്രൈസ്റ്റിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഐ മീൻ ലവ് വിത്ത് ജീസസ്. അതൊരു അദ്ദേഹം ചെയ്ത മിറക്കിളുകളുടെ മെറിറ്റിലൊന്നുമല്ല, ഒരു ഹ്യൂമൻ ലൈഫ് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയതാണ്. തന്നെ ചതിച്ചവരെയും പറ്റിച്ചവരെയും തള്ളിപ്പറഞ്ഞവരെയൊക്കെ വാക്കുകൊണ്ട് പോലും നോവിക്കാണ്ട് കിട്ടിയ ശിക്ഷ ഏറ്റുവാങ്ങി നൈസായിട്ട് കടന്നുപോയ ഒരാൾ. അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. കാരണം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്തായാലും നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സ് നമ്മളെ ചതിക്കും, ചിലപ്പോൾ നമ്മൾ ഉപദ്രവിക്കുന്നവരും നമ്മളെ കൂടെ കൊണ്ടുവരുന്നവരും നമ്മളെ പിന്നീന്ന് കുത്താൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് മുമ്പേ ഒരാൾ കടന്നുപോയി, അതയാൾ ദൈവമാണെന്ന് പറയുന്നു. അപ്പോൾ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഞാൻ അദ്ദേഹം ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ പോലെ ജീസസ് മൈനസ് മിറക്കിൾസ് ആണ് എനിക്ക് ജീസസ്. എനിക്ക് അത്ഭുതങ്ങളൊന്നും അദ്ദേഹം ചെയ്യേണ്ടതായിട്ട് എൻ്റെ ജീവിതത്തിൽ അത്ഭുതമാണ്. ദാറ്റ്സ് ഇനഫ് ഫോർ മീ. വെള്ളം വീഞ്ഞാക്കിയതൊന്നും എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നണമൊന്നുമില്ല. ചിലപ്പോൾ മെന്റലിസ്റ്റ് അതിനോട് പറഞ്ഞ പുള്ളി എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ചിലപ്പോൾ വെള്ളം വീഞ്ഞാക്കുമായിരിക്കും. അതിൻ്റെ അപ്പുറത്തോട്ട് ഈ പിന്നീന്ന് കുത്തിയവനോട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ, യു മേ ഗോ എന്ന് പറയാൻ പറ്റുന്ന വലിയൊരു കാര്യമായിട്ട് തോന്നി. അതാണ് പുരുഷ ഉദ്ദേശിച്ച ഒരു ഗ്രോത്ത് എന്ന് എനിക്ക് തോന്നുന്നു. സ്പിരിച്വൽ ഗ്രോത്ത് എന്നിലുള്ളത്. അവിശ്വാസിയുടെ കോണിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ടോ? ശ്രമിക്കാറുണ്ട്. കാരണം എൻ്റെ മൂത്തേരൻ അവിശ്വാസിയാണ്. എനിക്ക് അധികം പുറത്തോട്ടൊന്നും അന്വേഷിക്കണ്ടേ, ടേസ്റ്റുകൾ അന്വേഷിച്ച വീട്ടിൽ തന്നെയുണ്ട്. അമ്മ ദൈവം ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു. ദൈവം ഉണ്ടെന്ന ഒരാൾ ഈ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ആക്ച്വലി നല്ല പരിപാടിയാണ്. പക്ഷെ അതില് സ്ട്രോങ്ങിൽ വിശ്വസിക്കുന്നുണ്ടോ വെച്ചാൽ ഐ റിയലി ഡൗട്ട്. അമ്മ കൺഫ്യൂസ്ഡ് ഒരു ബീയിങ് ആണ്. അപ്പച്ചൻ വളരെ ആഴത്തിൽ വിശ്വാസത്തിൽ എല്ലാ ദിവസവും കുർബാനാണെന്ന ഒരാളാണ്. എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ ഇതുപോലെ പള്ളിയും പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരാളാണ്. ഞാനിങ്ങനെ എൻ്റെ റൂട്ടഡ് ഇൻ ജീസസ് എന്ന പേഴ്സോണയിലാണ്. ഒരു മിറക്കിൾ ചെയ്യുന്ന ദൈവം എനിക്ക് ഭൂമിയിൽ എനിക്ക് ആ മനുഷ്യപുത്രന്റെ ലൈഫ് മതി എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വലിയ സങ്കടങ്ങൾ വന്നപ്പോഴും. അല്ല, പക്ഷെ വളരെ വേദനയുടെ ഒരു ജീവിതമല്ലേ അത്. അങ്ങനെ മിറക്കിൾ, അതുകൊണ്ടല്ലേ അതിന് മിറക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ ഇങ്ങനെ മിറക്കിൾ ജീസസിനെ പോലെ? ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ ഒരാള് മുമ്പേ ജീവിച്ച് കടന്നു പോയതുകൊണ്ട് നമുക്കത് മാതൃകയാക്കാൻ എളുപ്പമാണ്. നമ്മുടെ ജീവിതങ്ങൾ കുറച്ചുകൂടി മാനേജ് ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും പറയുന്നു ഞങ്ങളെ ആരും പറ്റിച്ചിട്ടില്ല, ഞാൻ മാത്രം പറ്റിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ആ ജീവിതം നമുക്ക് ദുരന്തമായിരിക്കും. നമ്മുടെ ഒരു 10 സുഹൃത്തുക്കൾ പറയണ ഏറ്റവും നമ്മൾ വിശ്വസിക്കുന്ന ഏറ്റവും മിടുക്കനായ ജീവിതം ജീവിക്കുന്നു എന്ന് വരുന്ന ഒരു സുഹൃത്ത് പറയണം, എടാ എന്നെ 5 പേര് പറ്റിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആണോ, അപ്പൊ നിങ്ങളെയും പറ്റിച്ചിട്ടുണ്ടല്ലേ, ഓക്കെ. അവിടെ നമുക്ക് കിട്ടുന്ന ആശ്വാസമാണ്. അതാണ് എനിക്ക് കിട്ടുന്നത്. കാരണം ഒരാൾ പറഞ്ഞു വെക്കുകയാണ് ലോകത്തിൽ നന്മയുണ്ട് തിന്മയുണ്ട്, നിങ്ങൾ എത്ര നല്ല പ്രഘോഷിച്ചാലും ചിലപ്പോൾ നിങ്ങൾ കല്ലെറിയപ്പെടും. ഇറ്റ്സ് ഫൈൻ, ദാറ്റ്സ് ഹൗ ദ വേ ഇറ്റ് ഈസ്. ശത്രുവിനെ പോലും സ്നേഹിക്കാൻ ശ്രമിക്കുന്നിടത്ത് ശത്രു ഇല്ലാണ്ടാവും. ഇപ്പൊ ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ എളുപ്പമല്ലെന്നേ. ഇതൊക്കെ അസാധ്യമായ ഹോംവർക്ക് വേണ്ട പരിപാടിയാണ്. ഇത് പറയാൻ എനിക്ക് എളുപ്പമാണ്, ശത്രുവിനെ സ്നേഹിക്കുക. ഇപ്പൊ എന്നെ തെറി പറഞ്ഞ ഒരാളെ, എന്നെ പിന്നീന്ന് കുത്തിയ ഒരാളെ അന്നപ്പൊട്ടെ എന്ന് ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നത് എളുപ്പമൊന്നുമല്ല ഈ പരിപാടി. പക്ഷെ കോൺസ്റ്റന്റിൽ എഫേർട്ട് ഇട്ട് നമ്മൾ മെല്ലെ, ഞാൻ ഈ കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് ഓരോ വീഡിയോസും ഇങ്ങനെ ഒരു ഇന്റർവ്യൂലൊക്കെ സംസാരിക്കുന്നു. എന്റെ വീഡിയോസ് കണ്ട് ഏറ്റവും നന്നായത് ഞാനാണ്. സീരിയസ്ലി ഇത് ശരിയാണല്ലോ. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോകുമ്പോ ക്ഷമിക്കണം എന്ന് ഞാൻ പറഞ്ഞ വീഡിയോസ് തന്നെ എന്നെ നോക്കി പുച്ഛിക്കും, ഇങ്ങനെ ക്ഷമിക്കടാ നീയല്ലേ പറഞ്ഞ ക്ഷമിക്കണം എന്ന്. അങ്ങനെ പറഞ്ഞ് ഐ ഹാവ് ബിക്കം എ ബെറ്റർ ഹ്യൂമൻ ബീങ്. എന്നോട് ഒരാൾ പണ്ട് പറഞ്ഞിട്ട് പോലുണ്ട്, ചേട്ടന് സങ്കടം വന്നാൽ ചേട്ടൻ എന്നെ വീഡിയോ കണ്ടാൽ പോരെ. നമ്മളത് അന്നൊരു ഹ്യൂമറസ് ആയിട്ട് തന്നെ കണ്ടെങ്കിലും എന്നാലേക്കും ട്രൂ. നമ്മൾ പറഞ്ഞ് നമ്മൾ ഇവഞ്ച്വലി ബെറ്റർ ഹ്യൂമൻ ബീങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതെനിക്കത് വലിയൊരു വേദനയായിട്ടൊന്നും തോന്നണമെന്നില്ല. മനുഷ്യർ പറ്റിക്കുന്നേ, മനുഷ്യർ ചതിക്കും. അതില്ലാത്ത ഏതൊരാളുള്ള ഈ ഭൂമിയിൽ. അപ്പൊ നമുക്കത് വലിയൊരു മനുഷ്യൻ അതിലൂടെ കടന്നുപോയി കുരിശിലേറ്റപ്പെട്ട് മരിച്ചുപോയി. ഇതിലും വല്ലതൊന്നും വരാനില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ല, അതിലൊരു ഈ ഫെയ്ത്ത് ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ വിശ്വസിക്കണമല്ലോ. ആ ഒരു ഇങ്ങനെ ഒരാള്, അതാണല്ലോ ഫെയ്ത്ത് എന്ന് പറയുന്നത്. വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യത്തിൽ വിശ്വസിക്കുന്നതിനാണല്ലോ ഫെയ്ത്ത് എന്ന് പറയുന്നത്. എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി എന്ന നിലയിൽ അത്ര വേദനിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ?
അല്ല നമ്മൾ കുറച്ചും കൂടെ ഒരു ഈസി ആയിട്ടുള്ള ഒരു ലൈഫ് ചൂസ് ചെയ്തുകൂടെ? എങ്ങനെയാണ് ഈസി ആയിട്ട് ചൂസ് ചെയ്യുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പണം കൊടുത്ത് സഹായിച്ച ഒരാള് നിങ്ങളെ പറ്റിച്ച് കടന്നുപോയി, നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ ഈസി ആയിട്ട് കാണാൻ പോകുന്നു? അല്ല അതുണ്ടാവും എന്നുള്ളത്, അത് ഈസി ആയിട്ട് നമ്മുടെ ഒരു ലാക്ക് ഓഫ് ജഡ്ജ്മെന്റ് നമുക്ക് ഒരിക്കലും ഈസി ആയിട്ട് കാണാൻ പറ്റില്ല. അല്ല എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമുക്ക് വേദനകൾ ഉണ്ടായാൽ വേദനകളൊന്നും നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ അത്ര കണ്ട് ഇപ്പൊ നിങ്ങൾക്ക് 1 കോടി രൂപയുണ്ട്, നിങ്ങൾ ഒരാൾ 1000 രൂപയ്ക്ക് പറ്റിച്ചു, അത് ഈസി ആയിട്ട് കാണാൻ പറ്റിയിരിക്കും. നിങ്ങൾക്ക് 1 കോടിയുണ്ട്, നിങ്ങളുടെ 75 ലക്ഷം രൂപ കൊണ്ടുപോയി, നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് നിങ്ങളെ പറ്റിച്ചു, നമുക്ക് ഒരിക്കലും അത് ഈസി ആയിട്ട് കാണാൻ പറ്റില്ല. പിന്നെ ഈസി ആയിട്ട് കാണാൻ പാടില്ല എന്ന് മാത്രമല്ല, അതിൽ നമ്മൾ എന്തെങ്കിലും പഠിക്കണ്ടേ? തീർച്ചയായിട്ടും പഠിക്കും. നമ്മൾ ഓഫ് കോഴ്സ് പഠിക്കുകയാണല്ലോ. ആ പഠനത്തിന്റെ ഒപ്പം നമ്മൾ അതിനെ ആ ഒരു സംഗതിയെ കുറെ കൂടി ആക്സെപ്റ്റ് ചെയ്യാൻ പല ആംഗിളിൽ നിന്ന് കാണുമ്പോഴാണ് നമുക്ക് പറ്റുക. ഇത്തരം ചില ഈ സ്പിരിച്വൽ സൈഡ്, ഇത്തരം ചില അന്വേഷണങ്ങളൊക്കെ മനുഷ്യൻ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു റിയാലിറ്റിയും കൂടി നമുക്ക് ഹിറ്റ് ചെയ്യുമ്പോൾ നാളെ ഞാനൊരാൾക്കൊരു അത്രയും രൂപ ചിലപ്പോൾ കടം കൊടുക്കില്ലായിരിക്കും. ചിലർ 10,000 കൊടുക്കുമ്പോൾ എനിക്കറിയാം ഇവൻ ചിലപ്പോൾ പറ്റിക്കുകയായിരിക്കും, അവൻ പറ്റിച്ചാലും കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇമ്പ്രൂവ് ആക്കുക എന്നൊരു പരിപാടിക്കൊക്കെ ഇത്തരം ചില ഡയറക്ഷൻ ഓഫ് തിങ്കിങ് ഒക്കെ സഹായിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അല്ല, അതിന് ആത്മീയത ആവശ്യമുണ്ടോ? ആത്മീയത നിർബന്ധമൊന്നുമില്ല. ആർക്കാണ് നിങ്ങൾക്ക് ആവശ്യം എടുത്താൽ മതി. ഒരു നിർബന്ധമല്ല ആത്മീയത വേണമെന്ന്. ഇപ്പോൾ എപ്പോഴും പറയുന്നത് ഇത് നിങ്ങളെ സഹായിക്കുന്നുണ്ടോ? സഹായിക്കുന്നുണ്ട്, ചെയ്തോ. ഇത് നിങ്ങളെ സഹായിക്കുന്നില്ലേ? എന്നെ സഹായിക്കുന്നില്ല, ചെയ്യണ്ട. ഇപ്പം എൻ്റെ ചേട്ടൻ, മൂത്തേട്ടൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിശ്വാസിയാണ്, എൻ്റെ ചേട്ടൻ വിശ്വാസിയല്ല, പള്ളിയിൽ കൊണ്ടുവന്നാക്കുന്നു. പുറത്ത് ഭയങ്കര ചൂടാണെങ്കിൽ പള്ളിയിൽ കയറും, അല്ലെങ്കിൽ ചിലപ്പോൾ പുള്ളി തിരിച്ച് വീട്ടിൽ പോകും, അല്ലെങ്കിൽ കാര്യം തന്നെ വെയിറ്റ് ചെയ്യും. എൻ്റെ ചേട്ടനെ നോക്കിയാണ്. എൻ്റെ ചേച്ചി പള്ളി പോകുന്നതിൽ ചേട്ടന് ഒരു കുഴപ്പമില്ല. എൻ്റെ ചേട്ടൻ പള്ളി കയറാത്തതിൽ ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ചേട്ടൻ വളരെ നല്ലൊരു മനുഷ്യനാണ്, മൂത്തേട്ടൻ ആദർശ്. ചേച്ചി നല്ലൊരു ചേച്ചിയാണ്. എന്താ നമ്മൾ ആരെ അടിച്ചേൽപ്പിക്കണില്ലല്ലോ. നിങ്ങൾ ആത്മീയത ആവശ്യമുണ്ടോ? ആവശ്യമില്ലേ? ആവശ്യമുള്ളവരുണ്ടാവുന്നേ, ആവശ്യമുള്ളവരെ എടുത്തോട്ടെ. നമ്മൾ ഒരിക്കലും ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എത്തീസ്റ്റുകൾ വിശ്വാസികളെ ബ്ലെയിം ചെയ്യുമ്പോൾ ഇഫ് ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ദം, ലെറ്റ് ഇറ്റ് ബി. അല്ല, അവരുടെ വിശ്വാസം പോലെ അവർക്ക് തന്നെ അവസാനം പണി കിട്ടുമെന്ന് കരുതാണെങ്കിൽ പണി കിട്ടുമ്പോൾ അവർ പഠിച്ചോളൂന്നേ. നമ്മളെന്തിനാ ഈ ലോകം മുഴുവൻ നന്നാക്കട്ടെ? ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ, ലോകം മുഴുവൻ മുള്ളുകളാണ്, ഒരു സൈഡിൽ നിന്ന് കാർപ്പറ്റ് ഇട്ട് തുടങ്ങണേക്കാളും നല്ലത് എൻ്റെ കാൽമേരണ്ടി ചെരുപ്പിടുന്നതാണ്. എനിക്ക് യോജിക്കുന്ന ചെരുപ്പ് ഞാൻ ഇടും, ഞാൻ മുള്ളി ചവിട്ടില്ല. ദാറ്റ്സ് ഇനഫ് ഫോർ മീ. ഞാൻ എൻ്റെ അടുത്തുള്ള ഒരാളോട് പറയും, ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ചെരുപ്പാണ് ഇട്ടാണ്, എൻ്റെ കാൽമ മുള്ളു കൊള്ളണില്ല, വേണമെങ്കിൽ ഇട്ട് നോക്കാം. അവന് ചിലപ്പോൾ അത് പാകാവില്ല, വേറെ ഇരിപ്പിട്ടോട്ടെ. ഫോർ മീ സ്പിരിച്വാലിറ്റി ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അല്ല, അത് ഞാൻ പറയുന്നത്, നമ്മൾ ഈ ബിംബങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ യേശുക്രിസ്തു എന്ന് പറയുന്ന ആൾ ഇത്തരത്തിലൊരു വിപ്ലവകാരിയാവാം, ഇത്തരത്തിൽ ആയിരിക്കാം. പിന്നെ അയാളുടെ മൊത്തം ജീവിതത്തെ നമ്മൾ തിരുത്തി എഴുതുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ക്രിസ്തുവിന്മേൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും അതിനു മുമ്പുള്ള റോമൻ ദൈവങ്ങളുടെ തുടർച്ചയാണ് എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഞാനൊരു നോവലിൽ തന്നെ എഴുതിയിട്ടുണ്ട്, എല്ലാ മതങ്ങളും പഴയകാല മതങ്ങളുടെ അപ്ഡേറ്റഡ് വേർഷനോ പൈറേറ്റഡ് കോപ്പികളോ ആണ് എന്നുള്ള കാര്യം. അത്തരത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇപ്പം ക്രിസ്തുവിലുള്ള കന്യകാജനനം, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങളും അതിനു മുമ്പുള്ള ഈ ഒസരീസ്, അർത്യൂസ് എന്നൊക്കെ പറയുന്ന റോമൻ ദൈവങ്ങളിന്മേൽ ആരോപിക്കപ്പെട്ട സാധനങ്ങളാണ്. അതെല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയും ക്രിസ്തുവും അത്തരത്തിലുള്ള ഒരു ദൈവമാണെന്ന് റോമ സാമ്രാജ്യത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയും അങ്ങനെ ക്രിസ്തുവിന് പ്രാമുഖ്യമുണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള മതങ്ങളിലും ഇത്തരത്തിലുള്ള കഥകൾ ഉണ്ടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ കഥകളുടെ വെച്ചുകെട്ടലിലൂടെ അയാളെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യിക്കപ്പെടാനുള്ളൊരു ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച മാത്രമാണ് ക്രിസ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ വൈരുദ്ധ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതിനകത്തെ വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ ഉൾപ്പിരിവുകളാണ് എന്നെ എല്ലാ കാലത്തും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ സെൻറ്റ് തോമസ് എന്ന് പറയുന്ന ആളിനെക്കുറിച്ച് പറഞ്ഞാൽ, സെൻറ്റ് തോമസിൻ്റെ പേരിൽ തന്നെ 5 സഭകളോ മറ്റോ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. കേരളത്തെ പോലെ വളരെ ചെറിയ മൈനോറിറ്റി ക്രിസ്ത്യൻസ് ഉള്ള ഒരു സമൂഹത്തിൽ തന്നെ 5 സെൻറ്റ് തോമസിൻ്റെ പേരിൽ 5 സഭകളും 5 മെത്രാന്മാരും 5 മെത്രാപ്പോലിത്തമാരും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വൈരുദ്ധ്യാത്മക കാര്യം. ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു ദൈവം എന്ന് പറയുന്ന ഇടത്ത് ഇവർ തമ്മിലുള്ള ആന്തരികമായ ആത്മീയമായ വൈരുദ്ധ്യങ്ങൾ, ഇവർ തമ്മിലുള്ള സംഘർഷങ്ങൾ, ഇവർ പരസ്പരം കൊന്നിട്ടുള്ള കഥകൾ, ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ മുമ്പേ എപ്പോഴോ സൂചിപ്പിച്ചു, ഹഗാ സോഫിയ എന്ന് പറയുന്ന ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയുടെ കേന്ദ്രം
ആൻഡ് AD 300 മുതൽ ആദ്യമായിട്ട് ക്രിസ്ത്യാനിറ്റി സ്ഥാപിക്കുന്ന കാലം മുതൽ AD 1500 വരെയുള്ള ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ, അതായത് അന്നത്തെ കാലത്തെ ബൈസാൻറ്റിയൻ ഓർത്തഡോക്സ് സഭയുടെ കേന്ദ്രമായിരുന്നു. ആ സഭയും ഈ വെസ്റ്റേൺ കത്തോലിക്ക സഭയും ഇപ്പോഴത്തെ റോമൻ സഭയും തമ്മിൽ ഏതാണ്ട് 1000 വർഷക്കാലത്തോളം പരസ്പരം യാതൊരു തരത്തിലുള്ള സമ്പർക്കം ഉണ്ടാവുകയോ ഒരു തരത്തിൽ അല്ലെങ്കിൽ ചർച്ചകളിൽ ഏർപ്പെടുകയോ ഐക്യപ്പെടുകയോ ചെയ്തിട്ടില്ലായിരുന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, പല ഘട്ടത്തിലും കുരിശുയുദ്ധങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ഇസ്ലാമിനെതിരെയാണ് എന്ന് പറയുമ്പോൾ പോലും കുരിശുയുദ്ധക്കാർ പലവട്ടങ്ങളും ഈ സഭാകേന്ദ്രത്തെ ആക്രമിക്കുകയും ധാരാളം ഈസ്റ്റേൺ ക്രിസ്ത്യാനിറ്റികളെ പരസ്പരം കൊല്ലുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദൈവം എന്ന് പറയുമ്പോൾ പോലും പരസ്പരം കൊല്ലുക, അതിനുവേണ്ടി ആട്ടി ഓടിക്കപ്പെടുക, മെത്രാന്മാരെ പലപ്പോഴും നാട് കടത്തപ്പെടുക, അപ്പോൾ അതിൻ്റെ ഒരു അവാന്തര വിഭാഗമാണ് ഇപ്പോഴത്തെ കേരളത്തിലുണ്ടായിട്ടുള്ള ഈ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്ന സഭകളുടെ, ഇപ്പം ഇവിടുത്തെ യാക്കോബ സഭ, ഓർത്തഡോക്സ് സഭ ഒക്കെ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അവർ യഥാർത്ഥത്തിൽ ഈ ബൈസാൻറ്റിയൻ സാമ്രാജ്യത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട് പേർഷ്യയിൽ അഭയം പ്രാപിക്കുകയും അവിടെ നിന്ന് പുഷ്ടി പ്രാപിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സഭയാണ്. അപ്പോൾ അത്തരത്തിൽ ഇവർ തമ്മിലുള്ള ആഭ്യന്തര കലഹങ്ങളും യുദ്ധങ്ങളും പള്ളിക്ക് തീയിടലും ഒരു വിഭാഗം ആൾക്കാരെ കൂട്ടത്തോടുകൂടി കുരിശുദ്ധക്കാർ കൊല്ലുമ്പോൾ ഇതിനകത്ത് വിശ്വാസികളുണ്ടോ എന്ന് ചോദിക്കുമ്പം അതിന് ഉത്തരവിടുന്ന ബിഷപ്പ് പറയുന്നത് അതിനകത്തെ വിശുദ്ധന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ദൈവം കണ്ടെത്തിക്കൊള്ളും, കൊല്ലുമ്പോൾ എല്ലാവരും കൂടെ കൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ മതങ്ങളുടെ ഉള്ളിലുള്ള ആന്തരികമായ വൈരുദ്ധ്യങ്ങൾ എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഒരു മതം മാത്രമുള്ള ഒരു ദേശം ഭയങ്കര സുന്ദരമായിരിക്കും എന്നുള്ളതാണ്. സത്യത്തിൽ അതല്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഈ വൈരുദ്ധ്യം പഠിക്കുമ്പോഴാണ്. യഥാർത്ഥത്തിൽ ഞാനത് പഠിച്ചത് അതിനു വേണ്ടിയാണ്. ഇപ്പം ക്രിസ്ത്യാനിറ്റി ലോകത്തിലെ ഏറ്റവും സമാധാന മതമാണെന്നൊക്കെ പറയുമ്പോൾ പോലും കൊല്ലലിൻ്റെ ഒരു വലിയ ചരിത്രം അവർക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എവിടെ ഒരു മതം മാത്രമാകുന്നു അവിടെ വെച്ച് ഈ ആഭ്യന്തര വൈരുദ്ധ്യം തുടങ്ങുകയും അവിടെ വെച്ച് പരസ്പരം കൊല്ലാൻ ആരംഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പം ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയുന്ന പല രാജ്യങ്ങളിൽ നടക്കുന്ന ആഭ്യന്തര കലാപങ്ങൾ, യുദ്ധങ്ങൾ, ബോംബ് സ്ഫോടനങ്ങൾ മുഴുവൻ മറ്റാരും പുറത്തുനിന്ന് ചെയ്യുന്നതല്ല. അവരവരുടെ സഹോദരന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത് ഷിയയും സുന്നികളും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് മതങ്ങൾ എപ്പോഴും ബഹുമതങ്ങളുള്ള സമൂഹങ്ങളാണ് എപ്പോഴും കൂടുതൽ സൗന്ദര്യാത്മകമായോ സമാധാനപരമായോ നിൽക്കുന്നത്. അത് മത അധിഷ്ഠിതമല്ലാത്ത സമൂഹങ്ങളാണ് ഏറ്റവും മനോഹരമായി നിൽക്കുന്നത്. ഇത് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതെന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് കേരളത്തിലെ വളരെ മൈനോറിറ്റിയായ ഒരു സമൂഹത്തിന് പോലും ഒന്നിച്ച് നിൽക്കാൻ കഴിയാതെ 1000 കഷ്ണങ്ങളായി ചിതറിപ്പോകുന്നുവെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് മതത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നുള്ളൊരു ആത്യന്തികമായ ചോദ്യത്തിലാണ് ഈ പഠനങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു.